നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന് നമ്മളെ ചീഫ് ഗസ്റ്റ് എത്തിച്ചേർന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സിലബസിൽ സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഓവറോൾ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ സയൻസിലുള്ള സ്പെഷ്യലൈസേഷനും കാര്യങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻസ് ഒന്നും ഇല്ലാതെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും ഒരു പക്ഷേ ഇൻട്രാക്ഷൻ്റെ സമയത്ത് വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികളെ ഒരു ആംബിഷനും റേഞ്ചൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാം. അതുവരെ ഇൻഷാ അല്ലാഹ് ഒരു ജനറലായിട്ട് കാര്യങ്ങൾ പറയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ടു സ്റ്റാർട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, പെട്ടെന്നൊരു പ്രശസ്തി വന്നപ്പോൾ ഹാബലിന് എന്താണ് തോന്നിയത് എന്നുള്ളതാണ്. പെട്ടെന്നൊരു പ്രശസ്തി, നമ്മളൊരു ബ്ലാക്ക് ഹോളിലേക്കൊക്കെ വീണ പോലെ പെട്ടെന്നൊരു പ്രശസ്തി വന്ന് ചേരുമ്പോൾ, ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് പ്രശസ്തി വന്ന് ചേരുന്ന ആളുകൾ പലതും ഉണ്ട്, പലർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. ശരിക്കും അതൊരു ഇമോഷണൽ വിഷയമാണ്. അതൊരു പലർക്കും ഇറിറ്റേഷൻ തോന്നും, അതുപോലെ അത് മാനേജ് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവും. അത് നമ്മൾ പുറത്തു നിന്ന് നോക്കുന്നത് പോലെയല്ല, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇഫ് ഐ എം റോങ് തിരുത്താം. അപ്പോൾ അതിനെങ്ങനെയാണ് ഹാബൽ ടാക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. പോപ്പുലാരിറ്റി, ഫെയിം, ലൈഫ് ചെറിയൊരു മാറ്റം വന്നല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അസ്സലാമു അലൈക്കും. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ സംഭവമൊക്കെ സംഭവിക്കുന്നതിന് മുന്നേ ആകെ ആഴ്ചയിൽ തന്നെ ഒരേ വട്ടമൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ. ഇപ്പോൾ എല്ലാവരും കൈ കൊടുക്കലും ഫോട്ടോ എടുക്കലും, എനിക്കതൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. പക്ഷെങ്കിൽ ഇപ്പോഴും ആഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെ പുറത്തിറങ്ങാനുള്ളൂ, പരിപാടി വെച്ചിട്ടാണ്. അപ്പോൾ വലിയ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിലും നമ്മൾ അത് ഇച്ചിരി കാലം കഴിയുമ്പോൾ നമുക്ക് ഡിഫറൻസ് ആയിട്ട് തോന്നില്ല, നോർമലായിട്ട് തോന്നും. അപ്പോൾ എനിക്കങ്ങനെ ആയിട്ടുണ്ട്, നോർമലായിട്ടുണ്ടെന്നാണ്. പിന്നെ മറ്റൊരു വിഷയം, നമ്മുടെ ഞങ്ങൾ സ്കൂളിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. സ്കൂളിങ് എത്രത്തോളം മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കും. പിന്നെ ഗ്രേറ്റ് പീപ്പിൾ പലരും സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾക്കാരായിരുന്നു. നിലവിലെ സ്കൂളിങ്ങിന് കാണുന്ന കുറേ ഡ്രോബാക്സ് ഉണ്ടാവും. ഇപ്പോൾ ഹാബൽ തന്നെ സ്കൂളിങ്ങിനെതിരാന്ന് ഞാൻ കേട്ടിരുന്നു, എനിക്കറിയില്ല. ഞാൻ വീഡിയോ ആ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല വീഡിയോയിലൊന്നും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാം. നിലവിലെ സ്കൂളിങ്ങിലെ പ്രോബ്ലംസ്, ഇപ്പോൾ ടെക്നോളജിയുടെ വിഷയത്തിൽ വരുമ്പോൾ ഉമർ അബ്ദുസലാമൊക്കെ പറയാറുണ്ട്, ചില സ്കൂളിലെ IT സിലബസൊക്കെ എടുത്തു നോക്കിയാൽ ഇത് മൗസാണ്, ഇത് CPU ആണ് എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്നാൽ ആ കുട്ടികളാണെങ്കിൽ അതിൽ ഡിജിറ്റൽ വേൾഡിലേക്ക് പറന്നു വീണ ആളുകളാണ്, അവർക്ക് അതൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നിലവിൽ സ്കൂളിങ്ങിന് കാണുന്ന ഡ്രോബാക്സ് എന്തൊക്കെയാണ്, ഇനി ചെയ്യാവുന്ന മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ഇച്ചിരി ടെക്നോളജി അറിയുന്നത് AI ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. അന്ന് അവിടെ ആ ടോപ്പിക്ക് എന്തായെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് AI ഉപയോഗിച്ച് പഠിക്കാനാണ് ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇപ്പോൾ. കാരണം AI എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഡേർട്ട് ചീപ്പാണ് വേറെ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. ഇന്ത്യയിൽ ഡിജിറ്റൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിറ്റി ഏരിയസിലൊക്കെ മൊത്തം ആക്സസിബിളാണ്. അപ്പോൾ AI ഉപയോഗിച്ച് പഠിക്കുന്നതാണ് ബെസ്റ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷെ എങ്കിൽ അവിടെ വേറൊരു പോയിൻറ്റും അവർ പറഞ്ഞു, AI ഉപയോഗിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഹ്യൂമൻ സൈഡ് വിട്ടുപോരുത്. സ്റ്റില്ല് മനുഷ്യന്മാരോട് ക്വസ്റ്റ്യൻ ചോദിക്കണം, മനുഷ്യന്മാരോടൊന്ന് മനസ്സിലാവണം. അങ്ങനെയാണ് അവിടെ ഡിസ്കഷൻ എൻഡായിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളിങ്ങിന് നമ്മളെന്ത് പറഞ്ഞാലും ഗവൺമെൻറ് ഡിഫറൻസ് ഉണ്ടാക്കാൻ പോകുന്നില്ല. അതിൽ പെട്ടെന്നുള്ള ഡിഫറൻസസ് ഒന്നും പോലും ഉണ്ടാക്കില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ ഓരോ കൊല്ലം മാറ്റാൻ പറ്റുന്നതാണ്. എന്താണ് മാറ്റുക എന്ന് പറഞ്ഞാൽ, നമ്പർ 1 എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ അസൈൻമെൻറ്റ്സ് കൂടുതലും എക്സാമുകൾ കുറച്ചുമാണ് ബെസ്റ്റ്. കാരണം പറഞ്ഞാൽ അസൈൻമെൻറ്റ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടോപ്പിക് അണ്ടർസ്റ്റാൻഡ് ആവും. എക്സാംസ് എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പക്ഷേങ്കിൽ ഇപ്പം എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത് വെച്ചാൽ, അവർ എക്സാമിൻ്റെ തലേന്ന് പഠിക്കും,
ഫുൾ മാർക്ക് എടുക്കും, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ സംഭവം മറന്നു പോകും. അപ്പം ഇതൊരു ഡിഫറൻസാണ് നമുക്ക് സ്കൂളിൽ വരുത്താൻ പറ്റുന്നത്. പക്ഷെങ്കിൽ ഇത് ഈ അടുത്തൊന്നും സംഭവിക്കാൻ പോകുന്നൊരു സംഭവമല്ല. ഇതതുപോലെ മാനേജ് ചെയ്യണം. ഇപ്പോൾ അമേരിക്കൻ സ്കൂൾസിലൊക്കെ നോക്കിയാൽ അവിടെ അസൈൻമെൻറ്റ് ഫോക്കസ്ഡ് ആണ്. പക്ഷെങ്കിൽ ഒരു നല്ലോണം പഠിക്കുന്ന കേരളത്തിലുള്ള കുട്ടിയും ഒരു നല്ലോണം പഠിക്കുന്ന അമേരിക്കയിലെ കുട്ടീനെ വെച്ച് നോക്കിയാൽ കേരളത്തിലെ കുട്ടിക്ക് തന്നെയായിരിക്കും ബുദ്ധി കൂടുതൽ. അവർക്ക് ഇംഗ്ലീഷ് ഇച്ചിരി കുറവ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഈ അടുത്താണ്, കൊളോണിയലിസം കാരണമാണ് വലുതായി വന്നത്. അപ്പോൾ ബുദ്ധി ഉണ്ടെന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് അറിയണമല്ല. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ സംഭവമാണ്. നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് ഇംഗ്ലീഷ്. അപ്പോൾ അതാണ് കുഴപ്പം. നമ്മൾ കുട്ടികൾ നല്ലോണം പഠിക്കുന്നുമുണ്ട്, പക്ഷെങ്കിൽ മെയിൻ കാര്യങ്ങളൊക്കെ അവരെ മറന്നു പോവാണ്. അതിനൊരു പുതിയ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പക്ഷെ അടുത്തൊന്നും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്കൂള് മാറ്റം വരുത്തിയില്ലെങ്കിലും വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട്. ഒറ്റ ഫോണ് മതി, എല്ലാവരെയും ഉണ്ട് ഒരു ഫോണ്. ആ ഒരു ഫോൺ കൊണ്ട് അതിനോട് ചോദിക്കാം, ലെക്ചറുകൾ കേൾക്കാം, സ്കൂളത്തെ കാര്യങ്ങൾ തന്നെ യൂട്യൂബിൽ പഠിക്കാം. ഇതൊന്നും ചെയ്യാത്ത കുട്ടികൾ ഇപ്പോഴും കുറേ ഉണ്ട്. ടീച്ചർമാരെ കാര്യങ്ങൾ കേട്ട് ഇരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. പക്ഷെ ടീച്ചർമാർ കേൾക്കുന്നതും ഈ പുതിയ പുതിയ ടെക്നോളജിയിൽ നമുക്ക് കൊണ്ടുവരുന്ന സംഭവങ്ങളും രണ്ടും കൂടി വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. എൻ്റെ ക്ലാസ്സിലൊക്കെ ഇപ്പോഴും ഞാൻ പറയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ChatGPT വെച്ചാണ് പഠിച്ചത്. അപ്പോൾ ചോദിക്കും അതുപോലെ ChatGPT എന്താണ്, ഇതറിയാത്ത കുറേ കുട്ടികളുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ AI-യും ഈ യൂട്യൂബും ഈ ലെക്ചറുകളൊക്കെ ഹാഫ് ഫ്രീ ആണ്. പൈസ കൊടുക്കണമെങ്കിലും ഭയങ്കര ചീപ്പാണ്. അപ്പോൾ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് അത് ഉപയോഗിക്കാതെ നിൽക്കരുത്. ഇപ്പോൾ സ്കൂളിങ്ങിന് മാറ്റം നമ്മൾ സൈഡിൽ വരുത്തണം. പക്ഷെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പഠിക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ we have Urdu students here. Urdu students means national students out of Kerala. So we can also talk in English. Sometimes you can add something in English, okay, later on. That's all right. So my point was, in India currently we have all the technologies needed to study ourselves and understand more than we can learn in school. We can make changes to our school system, but anything that can happen will not be instant. It will happen slowly over the course of 10 or 20 years. So what we can do now, what we can do by ourselves with just a phone, is listen to lectures. Many lecture classes are available online for free. And another thing to do is ChatGPT, AI models. But when you ask AI, don't ask it as a question. Make it a discussion. Go back and forth. That's how you learn with AI. So you have to use these opportunities that you get in India only. Because in other countries, these things are expensive, not very easily available. But in India, we have the digital world available. Another thing is, India is really ahead in the digital world. India is the only country with the UPI system. It is one of the best payment systems in the entire world. We have been sharing it with the UAE, Singapore, and they are integrating our system, these big technology countries. Why? Because India's digital world is ahead of everybody. We can do anything and everything online. So studying also should be taken online by the student, him or herself. That's what we should do as Indians, because our country and our programmers have developed this system much better. So we should use our opportunities and learn using the digital side as well. So in so many places, Habel has been sharing days with believers, so-called believers, and they were asking about belief. So
I'm not entering directly to that type of question, but what exactly is the relation between philosophy and science? You know, sometimes when we read Einstein on such articles, they overall are talking about the reality. So they are talking about reality, and science come within the reality, right? Science is there, philosophy is there, logic is there. Empiricism comes when we look at the philosophy, right? So philosophically speaking, how could you know, what is your feeling about science? You know, scientism is there, and some scientists like Rupert Sheldrake is complaining that science as an enterprise, as a human venture, there is norms and values in scientific community, so they are controlling scientific activities using their paradigm. You know, they are trapped in their paradigm and such questions, you know. Many scientists have different opinions on this. Speaking for me and Albert Einstein, I have an opinion that's shared with Albert Einstein. The idea is philosophy and physics has been combined since the last 500 years. As you all know, Galileo, the father of modern physics, he used philosophy almost all the time. Albert Einstein, the father of modern gravitation, he used philosophy and thought experiments all the time. What he did was, he would first think of the problem and he would introduce a thought experiment for it. Then he would develop the mathematics, make it a paper. That's how Einstein always worked. And in physics it's called phenomenology. And that's what I do as well. Physics has been split into this for the past 300 or 400 years since Newton. How it works is this: intuitionists versus mathematicians. That's how the physics world works. There are intuitional physicists and mathematical physicists. It's two different things. Right now, mathematical physics is winning more because the problems are not easy enough to just think it with your mind. That's why mathematical physics is more accessible now. But in 10 or 20 years, our current definitions will get better and we will be able to use intuitional physics much more. Intuitional physics and mathematical physics are both really good and both in the same field. It's just a different approach to how we solve problems. And me, speaking personally, I am an intuitional physicist. Maybe in the future, I'll be a mathematical physicist. Almost every physicist in history has worked in both sides, because as I said, it's not two different fields, it's two different approaches on how to fix the problem in the same field. ഈ ഹാബലിനോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം, ഇപ്പോൾ നമ്മളൊക്കെ സയൻസ് റിയാലിറ്റിയെക്കുറിച്ച് ആണ് നമ്മൾ സംസാരിക്കേണ്ടത്. ആളുകൾ മനസ്സിലാക്കുന്നത് സയൻസ് ഈസ് ദ ഓൺലി റിയാലിറ്റി, സയൻസ് ഈസ് ദ ഓൺലി പ്ലേസ്, ഓൺലി തിങ് ദാറ്റ് വി അക്വയർ അവർ എത്തിക്സ് ആൻഡ് അക്സെപ്റ്റ് അവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രോഡർ പിക്ചർ, അപ്പം ഇൻഡ്യൂഷണലിസ്റ്റ് ഫിസിസിസ്റ്റ് ആണെന്നാണ് ഹാബൽ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നതും പരിചയപ്പെടുത്തുന്നതും. ഇപ്പോൾ ന്യൂട്ടൻ്റെ പുസ്തകത്തിൻ്റെ പേര് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നാണ്, മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി. ഇപ്പോൾ നാച്ചുറൽ ഫിലോസഫി ആയിരുന്നു എല്ലാവരും ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൈകാര്യം ചെയ്തത്, ഫിലോസഫി അബൌട്ട് നേച്ചർ. അതിനെ മാത്തമാറ്റിക്സിൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ച് വിശദീകരിക്കാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയത്. മാത്തമാറ്റിക്സ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് സയൻസ്, അങ്ങനെയല്ലേ പറയില്ലേ? അപ്പോൾ ഇറ്റ്സ് ഓവറോൾ ഫിലോസഫി. പക്ഷേ ഒരു മോഡേണിറ്റി വന്നതിന് ശേഷം ഫിലോസഫിയൊക്കെ വിശ്വാസികളതായി മാറുകയും സയൻസും മാത്സും ഒക്കെ സെക്യുലർ എന്നൊരു സോക്കോൾ ഇതിനകത്ത് വരികയും, ഒരു വിശ്വാസിയായ ആൾ സയൻസ് പറയുമ്പോൾ അത് എത്തീസ്റ്റിക് റെലമിലുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരികയും, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പോൾ ഹാബലിനുണ്ടായി. അതങ്ങനെ തന്നെയാണ് സ്വീകരിച്ചാൽ മതി. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളും അവർക്കൊക്കെ ഫിസിക്സ് പറയാം, അവർക്കും ഫിസിക്സ് സംസാരിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവർക്കും പഠിക്കാൻ കഴിയും എന്നൊരു സെൻസിൽ എടുക്കുന്നതിന് പകരം
പിന്നെ മറ്റൊരു രീതിയിൽ അതിനെ കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ സയൻസിൽ നിന്നും ഓവറോൾ റിയാലിറ്റിയെക്കുറിച്ചുള്ള പഠനമാണ് ഫിലോസഫി. അതിലൊരു പോർഷൻ മാത്രമാണ് സയൻസ്. ഇസ്ലാമിലൊരു ഓണ്ടോളജി ഓഫ് നോളജ് ഉണ്ട്, ഒരു ഹയറാർക്കി ഓഫ് നോളജ് ഉണ്ട്. അതായത് ഏറ്റവും ടോപ്പിലാണ് അള്ളാൻ്റെ സുപ്രീം ഇത് വരുന്നത്, അസ്തിത്വം വരുന്നത്. പിന്നെ അതിൻ്റെ താഴെ, പിന്നെ അതിൻ്റെ താഴെ, ഏറ്റവും താഴെയാണ് ഈ ഫിസിക്കൽ മെറ്റീരിയൽ വേൾഡ് വരുന്നത്. ഓണ്ടോളജിക്കൽ ഹയറാർക്കി നമ്മൾ പറയും. ഓവറോൾ റിയാലിറ്റിക്ക് തന്നെ തട്ടുകളായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നോളജിനും ആ ഒരു ഗ്രേഡ് വരും എന്നാണ് നമ്മളൊക്കെ ഫിലോസഫിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫിസിക്സാണ് ഏറെക്കുറെ താഴെ വരിക. പിന്നെ ബാക്കി അതിൻ്റെ മുകൾക്ക് ഏറ്റവും ടോപ്പിലാണ് ഇലാഹിയാത്ത് വരിക, തിയോളജി കാര്യങ്ങളൊക്കെ വരിക. അതിൻ്റെ അൺകോസ്ഡ് കോസ്, അതിൻ്റെ അട്രിബ്യൂട്ട്സ്, അതൊക്കെ ഏറ്റവും ടോപ്പ് ലെവൽ നോളജിലാണ് വരിക. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ നേരെ ഇത് ടേൺഡ് അപ്സൈഡ് ഡൗൺ. മോഡേണിറ്റി ഇതിനെ നേരെ മറിച്ചിടുകയും ഫിസിക്സ് ഏറ്റവും ടോപ്പിൽ വരികയും ഈ അൺകോസ്ഡ് കോസിനെ കുറിച്ചുള്ള, ഫിലോസഫിക്കൽ ടേംസിൽ പറയാന്നുണ്ടെങ്കിൽ അൺകോസ്ഡ് കോസിനെ കുറിച്ചുള്ള, അല്ല ഫസ്റ്റ് കോസിനെ കുറിച്ചുള്ള നോളജൊക്കെ ഏറ്റവും താഴെ വരികയും ചെയ്യുന്ന ഒരു ട്രഡീഷനാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിസ്റ്റുകളുണ്ട്, അതുപോലെ ഇൻഡ്യൂഷനിസ്റ്റ് ഫിസിസ്റ്റുകളുണ്ട് എന്ന് പറഞ്ഞു. ഈ മാത്തമാറ്റൈസേഷൻ ഓഫ് സയൻസ് അത് ഇന്നത് മൈനോറിറ്റി ആണോ? അത് ഇപ്പോൾ ഭാവിയിൽ ഹാബേൽ പറഞ്ഞു ഭാവിയിൽ മാത്തമാറ്റിക്സിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും അതിന് ഭാവി ഉണ്ടോ? ഇപ്പോൾ ഇപ്പോൾ അനിശ്ചിതത്വം, ഹൈസൻബർഗിൻ്റെ ഇതിനൊക്കെ ചുവട് പിടിച്ചിട്ടും ക്വാണ്ടം മെക്കാനിക്സിനൊക്കെ ചുവട് പിടിച്ചിട്ടും കുറച്ചും കൂടെ മാത്തമാറ്റിക്സ് മാറി കുറച്ചും കൂടെ സബ്ജക്റ്റീവായിട്ടുള്ള ഇതിലേക്ക് ശാസ്ത്രജ്ഞർ പോകാൻ സാധ്യതയില്ലേ? Actually, quantum mechanics is impossible to understand without mathematics. For a century, physicists have been trying to understand quantum mechanics aside from the mathematics. One of the people who tried to do this is Niels Bohr. In 1927, he published the Copenhagen interpretation. It was a philosophical paper explaining quantum mechanics. And we have many other interpretations since then. Quantum mechanics, as Richard Feynman said, no one really understands quantum mechanics. But aside from quantum mechanics, other theories are possible to understand with just philosophy. What I mean by philosophy is not meta-science, actual physics, but just the conceptual understanding of a theory without the mathematical side. That's how I learned. I first learned the conceptual side, then I learned the mathematical side. So it's easier for me to understand the mathematics. That's how I learned. That's what I meant by intuitional physicists. First they think of the conceptual side, then they do the mathematical side. But in the modern world, ideas are much harder to understand with only the conceptual side. And we lean more on mathematics. That's why I said I might do mathematics, because in modern problems, modern theories, it's not that understandable with only conceptual. Like quantum mechanics, most theories are now more understandable with mathematics only, and we have to try to explain the conceptual side. That's how modern physics currently operates. ഈ അടുത്ത് ഒരു വൈശാഖൻ തമ്പിയുടെ ഒരു പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചു. സദ്ഗുരു എന്ന് പറഞ്ഞൊരു പ്രീച്ചറുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു ശാസ്ത്രജ്ഞന്മാർക്ക് പൂവിനെ അതിൻ്റെ പൂർണ്ണമായ സൗന്ദര്യത്തെയൊന്നും ശാസ്ത്രജ്ഞന്മാർക്ക് ആവാഹിക്കാൻ കഴിയില്ല. കാരണം പൂവിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വളരെ സബ്ജക്റ്റീവാണ്. അതിൻ്റെ സ്മെല്ല്, ഒരു ശാസ്ത്രജ്ഞൻ ഒരു പൂവിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് അതിലുള്ള ഷേപ്പ്, സൈസ്, അതിൻ്റെ ജിയോമെട്രി കാര്യങ്ങളാണ്. അപ്പോൾ അതാണല്ലോ ഒബ്ജക്റ്റീവ് നോളജ്. അപ്പോൾ ഈ കാർട്ടീഷ്യൻ ഡുവലിസം എന്നൊക്കെ പറയും. കാർട്ടീഷ്യൻ ഡുവലിസം എന്ന് പറഞ്ഞാൽ ഡെസ്കാർട്ടിൻ്റെ സയൻസിനെ ഗണിതവൽക്കരിച്ച ഒരു പ്രധാനപ്പെട്ട ചിന്തകനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നത് മാത്രമേ ഒബ്ജക്റ്റീവ് നോളജ് ഉള്ളൂ എന്നാണ്. കണക്ക് കൂട്ടി എടുക്കാവുന്ന. അപ്പോൾ ഒരു പൂവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ പൂവിൻ്റെ റിയാലിറ്റി എന്താണ്? അതിൻ്റെ ഷേപ്പും സൈസും, അതിൻ്റെ ട്രയാങ്കിൾ ആണെങ്കിൽ അത്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ്. ബാക്കി അതിൻ്റെ നിറം, അതുപോലെ അതിൻ്റെ മണം, അതിൻ്റെ സൗരഭ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇസ് ടോട്ടലി സബ്ജക്റ്റീവ്.
അത് സയൻസ് അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് പ്രീ മോഡേൺ വേൾഡിലുള്ള ചരിത്രമൊക്കെ നോക്കിയാൽ ഇസ്ലാമിക് സിവിലൈസേഷനിലുള്ള ചരിത്രങ്ങളും അവർ സയൻസുമായി ഇടപെട്ട രീതികളൊക്കെ നോക്കിയാൽ ഇതിനെയും കൂടെ പരിഗണിച്ചിട്ടുള്ള ഒരു സമീപനം റിയാലിറ്റിയോട് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ഏരിയ ഒന്നും കൂടി നമ്മൾ റിവൈവ് ചെയ്യേണ്ടതാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെയാണ് അത് റിവൈവ് ചെയ്യേണ്ടത്. അപ്പോൾ വൈശാഖം തമ്പി അതിനെതിരെ പ്രതികരിച്ചു. അങ്ങനെയൊന്നുമല്ല എന്നുകൊണ്ട് കുറച്ച് കാരണങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സബ്ജക്റ്റീവ് റിയാലിറ്റിയെ പരിഗണിക്കുന്ന ഒരു സയൻസിൻ്റെ ഒരു ലോകം, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മൾ ഈ വാൾനട്ട് ഉണ്ടല്ലോ, വാൾനട്ടിനും ഹാർട്ടിനും ഒരേ ആകൃതിയാണ്. അപ്പോൾ പ്രീ മോഡേൺ വേൾഡിൽ അതും സയൻസിൻ്റെ ഒരു ഭാഗമായിരുന്നു, പ്രകൃതിയെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ സൂര്യകാന്തിപ്പൂവും സൂര്യനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇങ്ങനത്തെ പഠനങ്ങളൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ ഒരു നമ്മൾ ഇന്ന് മാന്ത്രികം എന്നൊക്കെ പറയുന്ന ചില ഏരിയകളുണ്ടല്ലോ, മന്ത്രവാദം എന്നൊക്കെ പറയുന്നത്, അതുകൂടെ പ്രീ മോഡേൺ വേൾഡിൽ വാസ് പാർട്ട് ഓഫ് ദ സയൻസ്, ഓവറോൾ സയൻസിൻ്റെ ഫീൽഡിൽ വരുന്നതായിരുന്നു. പക്ഷെ പിന്നീട് മാത്തമാറ്റൈസേഷൻ വന്നതിന് ശേഷം കണക്ക് കൂട്ടി അളന്ന് കുറുക്കിയെടുക്കാവുന്നത് മാത്രമാണ് റിയാലിറ്റിയെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം എന്നത് വരികയും അത് മാത്രമാണ് സയൻസായിട്ട് മാറുകയും ചെയ്തു എന്ന് എൻ്റെ ധാരണ അങ്ങനെയാണ്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ സബ്ജക്റ്റീവ് റിയാലിറ്റിയെ ശാസ്ത്രം അത് എങ്ങനെയാണ്, അത് എപ്പോഴും അത് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സയൻസ് ഇസ് സെക്യുലർ. മെനി പീപ്പിൾ ഹാവ് ഒപ്പീനിയൻസ് ഓൺ എവറിത്തിങ്. ആൻഡ് മൈ ഒപ്പീനിയൻ ഇസ്, മൈ പേഴ്സണൽ ഒപ്പീനിയൻ, mathematically measurable scientific things are the most trustable scientific things. We can trust it the most because when something is mathematical, it's falsifiable. We can test it, we can conclude if it's wrong or right. That only comes with mathematics and experimental physics, speaking from the side of physics. But if you think about the pre-modern world, many Greek philosophers concluded or insinuated that light was coming outside from eyes, meaning they believed that light came from the cornea of our eyes, and that's how we saw things. But no, light comes from the outside. Many people believed this for centuries, and many of you might know Neil deGrasse Tyson. And he also pointed out that before mathematics and before modern science, a lot of people played the blame game. Meaning, in the past, Muslims did wash their hands before a prayer, as you know, and they didn't get the plague. For this reason, the Muslims caused the plague. That's what the other people said who were not Muslims. Why? Because they had no way of saying if that was correct or not, and the Muslims had no way of proving that was wrong. So when the masses believed that the Muslims caused the plague, it was believed to be true. Why? Because we could not prove it that it was not true. Ergo, it was true. Many things are like this in science, but luckily we developed mathematics, developed science, and we can actually know what is wrong and what is right more than ever before. So we are lucky for that. ഈ കണ്ണിൽ നിന്ന് പ്രകാശം വരുമ്പോഴാണ് കാണുക എന്ന് പറഞ്ഞല്ലോ, ആ പോയിന്റ് ഹാബിൽ പറഞ്ഞപ്പോൾ something that I want to add, that 2017 was celebrated by UNESCO as the International Year of Light, which was in the memory of Ibn al-Haytham, who just twisted the theory of, Yes, Ibn al-Haytham invented optics. Book of optics. Yeah, that's he actually invented modern experimental physics by himself. ഈ പരീക്ഷിച്ചറിയുന്ന രീതി ആ മെട്രോളജി സയൻസിൽ കൊണ്ടുവന്നത് ഇബ്നുൽ ഹൈസമാണ്. നമ്മളത് സ്കൂളിൽ നിന്ന് പഠിക്കൂല, ഇസ്ലാമിക് സിവിലൈസേഷൻ പഠിക്കുമ്പോഴേ അത് പഠിക്കുള്ളൂ.
സ്കൂളിംഗ് ഈസ് എ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഞാൻ അതും കൂടി ഉദ്ദേശിച്ചിട്ടായിരുന്നു ഞാൻ സ്കൂളിങ്ങിനെ കുറിച്ച് ആദ്യം ചോദിച്ചത്. വി ആർ ഓൾ പാർട്ട് ഓഫ് ദ സ്കൂളിംഗ്. സം പീപ്പിൾ ഓപ്റ്റ് ഡീ സ്കൂളിംഗ് ആൻഡ് ഹോം സ്കൂളിംഗ്. അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് അതിൻ്റെ സിലബസ് ഡിസൈൻ ചെയ്തിട്ട് വെച്ച് അധ്യാപകർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഒരു കണ്ടൻറ്റ് കൊടുക്കും. അതാണ് കുട്ടികൾ പഠിക്കുക. പക്ഷേ ഇബ്നുൽ ഹൈസമിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഇസ്ലാമിക് സിവിലൈസേഷനിൽ അല്ലെങ്കിൽ തമദ്ദുനിലൊക്കെ പഠിക്കുന്നു, അല്ലെങ്കിൽ അതിൽ മാസ്റ്റേഴ്സ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്നുള്ളൂ. സ്കൂളിൽ സോക്കോൾഡ് സെക്യുലറിൽ നമ്മൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സെക്യുലർ എന്നുള്ള സാധനം നമ്മൾ ഉലുൽ അൽബാബിൻ്റെ തീമിൻ്റെയും കൂടെ ഭാഗമാണ്. ഈ സെക്യുലർ എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ആബ്സെൻസ് ഓഫ് റിലീജിയൻ, it's not out of the value, it has its own value and norms. It imposes something. It's my opinion, it imposes something. അപ്പോൾ അങ്ങനെയാണ് ഈ സെക്കുലർ എന്നുള്ളതും ആസ് സച്ച് അത് അങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം. പിന്നെ നേരത്തെ ഫാൾസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു, കാൾ പോപ്പറിൻ്റെ ഫാൾസിഫിക്കേഷനെ കുറിച്ച്. അപ്പോൾ ഒരു കാര്യം സയൻറ്റിഫിക് ആവണം എന്നുണ്ടെങ്കിൽ അത് ഫാൾസിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ തോമസ് കുൻ്റെ പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്. പാരഡൈം ഷിഫ്റ്റ് പ്രകാരം കുറേ കാര്യങ്ങൾ ചേഞ്ചായി. ഗ്രാവിറ്റേഷണൽ ഫീൽഡാണല്ലോ ഹാബലിൻ്റെ. അപ്പോൾ ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി. അത് കേവലം രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള കേവലമായ ആകർഷണമല്ല, അത് സ്പേസ് ടൈമിലുള്ള കർവേച്ചറാണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇവരോട് പറയണേ. അപ്പോൾ പാരഡൈം ഷിഫ്റ്റിൻ്റെ കൺസെപ്റ്റ് പ്രകാരം രണ്ട് പാരഡൈം തമ്മിൽ കമ്പയറബിൾ അല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, കമൻസറബിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഒരു തീയിസ്റ്റിക് പാരഡൈം ഡെവലപ്പ് ചെയ്ത് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒരു പാരഡൈം, ഇപ്പോൾ അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചത് ഭൂമിയിൽ നിന്ന് ജിയോസെൻട്രിക് വേൾഡ് ആയിരുന്നല്ലോ കുറേ കാലം. പിന്നെ അത് ഹീലിയോസെൻട്രിക് വേൾഡിലേക്ക് മാറി. അതുപോലെ ഒരു ടോട്ടൽ പാരഡൈം തന്നെ ഷിഫ്റ്റായി. അതുപോലെ ന്യൂട്ടൻ്റെ സംഭവങ്ങളൊക്കെ ഐൻസ്റ്റീൻ മാറ്റി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കണ്ടെത്തിയ ലോകം, ഈ തോമസ് കുന്ന് പറയുന്ന ഒരു കാര്യം, പുതിയ ചില അനോമലീസൊക്കെ സയൻസിൽ കണ്ടെത്തുമ്പോൾ ഒരു പ്രത്യേക പാരഡൈമിൽ ജീവിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യൂല, അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യൂല. അവർ ആ പാരഡൈം അനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. കാൾ പോപ്പർ പറഞ്ഞത് ഫാൾസിഫിക്കേഷൻ സംഭവിച്ചാൽ പെട്ടെന്ന് തിയറി ഡിസ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു പാരഡൈമിൽ നിന്നും മറ്റേ പാരഡൈമിലേക്ക് മാറുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും എന്ന് സയൻസിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. വളരെ സ്വാഭാവികമായിട്ട് അത് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ നിലവിൽ 5% വിസിബിൾ യൂണിവേഴ്സേ നമ്മളെ മുമ്പിലുള്ളൂ. ബാക്കി 73% ഡാർക്ക് എനർജിയും ബാക്കി നല്ലൊരു ശതമാനം ഡാർക്ക് മാറ്ററും, പിന്നെ വിസിബിളായിട്ട് വെറും 5% പ്രപഞ്ചമുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇനിയും മനസ്സിലാക്കാനും എംപിരിക്കലി പ്രൂവ് ചെയ്യാനൊക്കെ ഇരിക്കുകയാണ്. എങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ വരുന്ന ബലങ്ങൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാനൊക്കെ ഇത് ഇനിയും പഠനങ്ങൾ നടക്കാനിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴുള്ള പാരഡൈമിൽ നിന്ന് മാറി ഇപ്പോൾ ഒരുപാട് അനോമലീസ് സയൻസിൽ വന്ന ഒരു ക്രൈസിസ് വന്ന് ടോട്ടൽ പാരഡൈം തന്നെ മനുഷ്യന്മാർ വേണ്ടാന്ന് നോക്കുകയും പുതിയൊരു പാരഡൈം സ്വീകരിക്കുകയും അങ്ങനെ ഒരു സാധ്യത വന്നാൽ ഇനി ഭാവിയിൽ ഒരു തീയിസ്റ്റിക് പാരഡൈമിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. If you are talking about physics, that's not possible. Even if you think about Newton, Einstein disproved a lot of Newton's ideas, but we still use Newton for more than half of modern engineering. Why? Because Newton's theories work on Earth, and some things that Newton said was wrong, like absolute time. But without Newton's absolute time, we would not have Einstein's or quantum mechanics time right now. So if Newton was disproved, that's why Einstein is here and his ideas are here, only because Newton wrote that theory. So every failure in science is a progression node to a new theory or an idea. That's how I see it. And especially in physics, if everything is deemed to be wrong in physics especially, then we know nothing of our universe. But we also know that we know a lot of things about our universe, and we are sure of it. Because even if we got
some things wrong or we mixed things up, it works. And if something works, why do we have to change it? Physics works for calculations. Physics works for launching spaceships. Physics works for a lot of machines in the hospital. Physics works for new ideas. So since it already works and we can use it for humanity, there is no reason for it to be wrong, because we already know it's correct. If it's ever wrong, then something has to change fundamentally about the universe so suddenly. But it's believed not to be true. നിങ്ങൾ വോയേജർ എന്ന് കേട്ടിട്ടുണ്ടാവും. 1970-കളിലോ മറ്റോ വോയേജർ 1 വിക്ഷേപിച്ചതാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ അത് സഞ്ചരിച്ച് സൗരയൂഥമൊക്കെ കടന്നു പോയി പ്രപഞ്ചത്തെ വളരെ ലാർജ് സ്കെയിലിൽ ഫോട്ടോ എടുത്തിട്ട് ഭൂമിയിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഫോട്ടോ ആണ് കാൾ സാഗൻ ആ ഫോട്ടോയെക്കുറിച്ച് വാചാലനായിട്ടുണ്ട്. ദ പെയിൽ ബ്ലൂ ഡോട്ട് അല്ലേ, പെയിൽ ബ്ലൂ ഡോട്ട് ഗൂഗിൾ ചെയ്താൽ കാണാം. പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് ഗൂഗിൾ ചെയ്താൽ വലിയൊരു ഷീറ്റ് പോലെ പ്രപഞ്ചം ഇങ്ങനെ കാണാം. അതിന് നടുവിലൊരു പുള്ളി, ആ പുള്ളി ഇങ്ങനെ അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സൂം ചെയ്തിട്ട് ഒരു തരി, അതാണ് ഭൂമി, ഒരു തരിയാണ്. ബാക്കി ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് വിശാലമായി കിടക്കുന്ന പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ ഒരു തരി മാത്രമാണ് ഭൂമി. അപ്പോൾ കാൾ സാഗൻ അതിനെക്കുറിച്ച് മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഇവിടെയാണ് രാജാക്കന്മാർ ഭരിച്ചത്, ഇവിടെയാണ് കുനിഷ്ടും കുന്നായ്മയും അസൂയൊക്കെ ആയിട്ട് മനുഷ്യന്മാർ സ്നേഹവും പ്രണയവും വിരഹമൊക്കെ ആയിട്ട് മനുഷ്യന്മാർ കഴിഞ്ഞുകൂടിയത്, ഇവിടെയാണ് വലിയ വലിയ മഹാന്മാർ ജീവിച്ച് മണ്ണടിഞ്ഞു പോയത്. അത് ഈ പൊട്ടാണ്. അപ്പോൾ ഈ പൊട്ട്, ഈ തരി, നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അത് ആ ചിത്രത്തിലേക്ക് നമ്മളിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും. അങ്ങനത്തെ ഒരു ചിത്രമാണ്. അതിൻ്റെ പല ഷെയ്ഡിലുള്ള ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇത്ര വിശാലമായ പ്രപഞ്ചത്തിൽ മനുഷ്യൻ എന്തു സ്ഥാനം എന്ന് ഒരുപക്ഷെ സയൻസ് അതിനെക്കുറിച്ച് പറയണമെന്നില്ല, പക്ഷേ മതപാരമ്പര്യങ്ങളിലൊക്കെ കാണാം. മനുഷ്യനെ വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു. കാരണം മനുഷ്യന് അമാനത്തും ഖിലാഫത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ in your opinion, what will be the importance of human being in this much bigger expanding universe? Simply, I don't want just an expanded answer, but okay, it's your freedom. 3 years ago I had some problems. You may have heard of me going to counseling and stuff. One of the reasons was I believed nothing was real. You believed once nothing was real, and I was in a simulation. Yeah, like Elon Musk once. Yeah, and I went crazy and I was sent to counseling. കൗൺസിലിങ്ങിൽ അയച്ച സമയത്ത് എനിക്ക് മനസ്സിലായി ഈ കൗൺസിലിങ്ങൊന്നും ഒരു പ്രധാനമല്ല. അപ്പോൾ ഞാൻ കൗൺസിലിംഗ് നിർത്തി. അപ്പോൾ ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെയാണ് മനസ്സിലായത്, ഒരു സിമുലേഷൻ ആണെങ്കിലും നമുക്ക് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രീഡം ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ സിമുലേഷൻ ആണെങ്കിൽ എന്താ, നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ യൂണിവേഴ്സിൽ വേറെ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സ്വന്തം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ സിംപിളി പറയുകയാണെങ്കിൽ നമുക്ക് റിയലിസം ഉണ്ട്, ക്ലാസിക്കൽ റിയലിസം, ഫ്രീഡം ഓഫ് ചോയ്സ്, അത് മാത്രം മതി. ഇപ്പം നമ്മൾ എത്ര അൺഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതുണ്ടെങ്കിൽ ജീവിക്കാം. വലിൽ ഇബാദി അഫ്ആലുൻ ഇഖ്തിയാരിയ നമ്മൾ ഷറലൊക്കെ ഇത് പഠിച്ചിട്ടില്ലേ? ആ സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടാണ് ലൈഫിന് മീനിങ് കണ്ടെത്തുന്നത് ഹാബൽ. നമ്മൾ ശ്രദ്ധിച്ചില്ലേ പാരും? അതായത് നമുക്ക് ഫ്രീ വില്ലുണ്ട്. പണ്ട് ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്നൊക്കെ പറഞ്ഞ പോലെ വി എക്സ്പീരിയൻസ് കൈൻഡ് ഓഫ് ഫ്രീ വിൽ. സോ ദാറ്റ് ഈസ് എ മീനിങ് വി ക്യാൻ മൂവ് ഓൺ എന്നുള്ളതാണ് ഹാബൽ ഇവിടെ. എനിക്ക് തോന്നുന്നു അതൊരു പ്രഖ്യാപനമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഹാബൽ വൺസ് ഹി ഫെൽറ്റ് ദാറ്റ് നത്തിങ് ഈസ് റിയൽ ആൻഡ് ഹി വാസ് സെൻറ്റ് ഫോർ കൗൺസിലിംഗ്. അങ്ങനെ പിന്നെ കൗൺസിലിംഗ് ഡിഡ് നത്തിങ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ പിന്നെ മനസ്സിലാക്കുകയാണ് എന്ത്,
നമുക്കിവിടെ ഫ്രീ വില്ലുണ്ട്, നമുക്കിവിടെ മനുഷ്യന്മാരെ സഹായിക്കാൻ പറ്റുന്നുണ്ട്, പല ഉപകാരങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ ഈ ഇത്ര ബിഗ് സൈസ് പ്രപഞ്ചത്തിൽ എക്സ്പാൻഡിങ് ആയ യൂണിവേഴ്സിനകത്ത് ഇത് ഈ തരിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും അത് കേവലം മാറ്റർ മാത്രമാണ്. ഒരു സിവിലൈസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് മനുഷ്യന് മാത്രമാണ്. അത് ഫ്രീ വില്ലുള്ള മനുഷ്യനാണ് പറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാമിക പാരമ്പര്യങ്ങളിലൊക്കെ മലക്കുകളെക്കാളും എത്രയോ ഉന്നതമായ പദവിയിലേക്ക് മനുഷ്യർ പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ഡെമോണുണ്ട്, ഒരു ഏഞ്ചലും ഉണ്ട് നമ്മൾ പറയാം. നമ്മളൊരു തിയോളജി പ്രകാരം 2 സ്വഭാവമുണ്ട്. അപ്പോൾ ആരാണോ ഡെമോണിനെ കീഴ്പ്പെടുത്തി ഏഞ്ചലിക് ആയ സ്വഭാവത്തെ പിന്നെ മോഡിഫൈ ചെയ്തിട്ട് പോകുന്നത്, അവർക്ക് മലക്കുകളെക്കാൾ ഉന്നതമായ അവസ്ഥയിലേക്ക് പോകാം. ഓണ്ടോളജിക്കലി ദേ ആർ ദാറ്റ് മച്ച് സുപ്പീരിയർ ടു അതർ ക്രിയേച്ചേഴ്സ്. അങ്ങനെയാണ് നമ്മൾ. അപ്പം മനുഷ്യൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് ആ ചുരുങ്ങിയ ആൻസർ തന്നെ നമുക്ക് കിട്ടി. മാഷാ അല്ലാഹ്, അതിലെ സന്തോഷം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 3 മില്യൺ വർഷം മുന്നേ നമ്മളെ മനുഷ്യരാവാൻ പോകുന്ന ആൾക്കാർ സ്റ്റോൺ ടൂൾസ് കണ്ടുപിടിച്ചു. 100 വർഷം അല്ലെങ്കിൽ 60 വർഷം മുന്നേ 70 വർഷം മുന്നേ നമ്മൾ ആറ്റം സ്പ്ലിറ്റ് ചെയ്തു. പക്ഷെ നിങ്ങൾ വിചാരിക്കും 3 മില്യൺ വർഷമോ ഒരു കല്ലിന്ന് മറ്റേതെത്താൻ? അല്ല. മെയിനായിട്ടുള്ള സയൻറ്റിഫിക് എവല്യൂഷനൊക്കെ നടന്നിട്ടുള്ളത് 500 വർഷത്തിനുള്ളിലാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇൻഡസ്ട്രിയലൈസേഷൻ മുതൽ സ്പേസ്ഷിപ്പ് വരെ, ഇൻ്റർനെറ്റ് വരെ കഴിഞ്ഞ 500 വർഷത്തിലാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ മുന്നേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടായിരുന്നു ചെറിയ ചെറിയ സ്ഥലത്തിന്. ഈ 500 വർഷത്തോണ്ട് നമുക്ക് സയൻറ്റിഫിക് റെവല്യൂഷൻ നടന്നു. ഓൾമോസ്റ്റ് എല്ലാ എക്സ്പാൻഷനും ഈ 500 വർഷത്തിനുള്ളിലാണ് നടന്നത്. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ആലോചിച്ച് നോക്ക്. നിങ്ങളൊരു 3 മില്യൺ വർഷം മുന്നേ കല്ലുണ്ടാക്കി, ഒരു 80-60 വർഷം മുന്നേ ആറ്റം സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അത്രക്കും പവറാണ് നമുക്ക് ഹ്യൂമാനിറ്റിക്ക് തന്നിട്ടുള്ളത്. ആറ്റം സ്പ്ലിറ്റ് ചെയ്യാനുള്ള കഴിവ് തന്നെ നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പം നിങ്ങളൊരു കുരങ്ങിൻ്റെ ഒരു ന്യൂക്ലിയർ റിയാക്ടർ കൊടുത്തിട്ട് 2 ആഴ്ച ഒന്ന് കൊണ്ടു നടക്കാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല, പറ്റൂല. അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പം അതന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ജീവലോകത്തെ എവല്യൂഷൻ കൊണ്ട് വിശദീകരിക്കും. മനുഷ്യന്മാരിപ്പോൾ ഈ ഫ്രീ വില്ല് പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മനുഷ്യന്മാരെ എക്സിസ്റ്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതുപോലെ കോസ്മിക് വേൾഡ്, ലാർജ് സ്കെയിൽ വേൾഡിനെ നമ്മൾ മാക്രോ വേൾഡിനെ ജനറൽ തിയറി, റിലേറ്റിവിറ്റി തിയറിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വിശദീകരിക്കും. പിന്നെ സബാറ്റോമിക് ലെവലിലേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റേതായ തിയറികളുണ്ട്. ഇത് ടോട്ടൽ റിയാലിറ്റിയെ യൂണിഫൈ ചെയ്യുന്ന ഒരു തിയറി, ദ തിയറി ഓഫ് എവറിത്തിങ് എന്നൊക്കെ പറയാലോ. ആ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന റിസർച്ചുകൾ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ സ്ട്രിങ് തിയറിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ആക്ച്വലി ഈസ് ദാറ്റ് നീഡഡ്? എ തിയറി ഓഫ് എവറിത്തിങ് ഈസ് നീഡഡ് ഓർ നോട്ട്? ഇഫ് യെസ്, വാട്ട് ആർ ദി മെയിൻ റിസർച്ച് ഇനിഷ്യേറ്റീവ്സ്? ഈ യൂണിഫൈങ് ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഫ്രണ്ടിയർ റിസർച്ചാണ്. അപ്പോൾ ഇന്നോടൊരാൾ പറഞ്ഞിട്ടുള്ളത്, ആരാന്ന് പറയുന്നില്ല, നമുക്കറിയാത്ത ടോപ്പിക്, വലുതായിട്ട് അറിയാത്ത ടോപ്പിക്കിൽ കമൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ കോൺസെപ്ഷ്യൽ ഭാഗം എനിക്ക് ഇച്ചിരി ആയിട്ട് പറയാം, നിങ്ങളെ ചോദിച്ചുകൊണ്ട് പറയാം. സ്ട്രിങ് തിയറി എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി 11 ഡിമെൻഷൻസ് ഉണ്ടാവും. അതിൽ ഓരോ ഡിമെൻഷൻസും കോമ്പാക്ടിഫൈഡ് ആയിട്ട് ചെറിയ ചെറിയ സ്ട്രിങ്സ് ആണ്. അതാണ് സ്ട്രിങ് തിയറി മെയിനായിട്ട്. അപ്പോൾ ഈ തിയറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഏറ്റവും വലിയ തിയറി ആയിരുന്നു. പക്ഷേങ്കിൽ ഈ നമ്മളെ CERN സൂപ്പർ കൊളൈഡർ ഉണ്ടാക്കി ഈ സംഭവം ടെസ്റ്റ് ചെയ്തപ്പോൾ കാണുന്നില്ല. അതിൻ്റെ ശേഷം കുറേ മനുഷ്യന്മാർക്ക് മനസ്സിലായി ഇത് റിയൽ ആവാനുള്ള ചാൻസ് കുറവാണെന്ന്. ഇപ്പോഴും സ്ട്രിങ് തിയറിയിൽ കുറേ റീസെർച്ച് നടക്കുന്നുണ്ട്. നമുക്ക് ഹോപ്പ് ചെയ്യാം എന്താണ് റിയൽ എന്ന്. കാരണം സ്ട്രിങ് തിയറി ഈസ് ദ മോസ്റ്റ് എലഗൻറ്റ് തിയറി എവർ ക്രിയേറ്റഡ് എന്നാണ് സയൻറ്റിസ്റ്റുമാരൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകരം ഇപ്പം മെയിനായിട്ട് യൂണിഫൈങ് ഫിസിക്സിൽ റീസെർച്ച് ചെയ്യുന്നത് പറഞ്ഞാൽ ക്വാണ്ടം ഫീൽഡ് തിയറിയിലാണ്. ഐഡിയ എന്ന് പറഞ്ഞാൽ ഓരോ ഫോഴ്സിനും ഓരോ ചെറിയ പാർട്ടിക്കൽ ഉണ്ട്. ഗ്രാവിറ്റിക്ക് പാർട്ടിക്കൽ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. QFT പറയുന്ന പറഞ്ഞാൽ, ക്വാണ്ടം ഫീൽഡ് തിയറി പറയുന്ന പറഞ്ഞാൽ
ഒരു ഗ്രാവിറ്റോൺ എന്നാണ് പറയുന്നത്, സ്പിൻ ടു മാസ്ലെസ് പാർട്ടിക്കിൾ. ഇത് ലൈറ്റിൻ്റെ സെയിം സ്പീഡിൽ പോകും. അപ്പോൾ ഇതൊരു പ്രപ്പോസ്ഡ് സാധനമാണ്, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഹൈപ്പത്തറ്റിക്കൽ ഗ്രാവിറ്റോൺ എന്നാണ് പറയാറ്. ഇതാണ് ഇപ്പോൾ ലീഡിങ് ഫിസിക്സിൽ നടക്കുന്ന വർക്ക്, യൂണിഫൈങ് ഫിസിക്സിൽ. നമ്മൾ ഇതിപ്പോൾ ഒരു മേശയാണല്ലോ. ഈ നമ്മളെ സയൻസ്, പ്രീ മോഡേൺ സയൻസ് എങ്ങനെയാണ് റിയാലിറ്റിയെ സമീപിച്ചിരുന്നത് എന്നുള്ളതിന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ കിതാബിലൊക്കെ പഠിച്ച ഇല്ല മാദിയ, ഇല്ല സൂരിയ, ഇല്ല ഫായിലിയ, ഇല്ല ഗായിയ, മെറ്റീരിയൽ കോസ്, ഫൈനൽ കോസ്, എഫിഷ്യൻ കോസ്, ഫോമൽ കോസ്, 4 കോസുകൾ. ഐസക് ന്യൂട്ടൻ്റെ ഒക്കെ ഒരു അരിസ്റ്റോട്ടിലിൻ്റെ ഇതിൽ പെട്ടതാണ്. അരിസ്റ്റോട്ടിൽ ആ ഫിലോസഫിക്കൽ ട്രഡീഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മോഡേണിറ്റി വന്നതിന് ശേഷം ഇപ്പോൾ ഈ ചെയറിന് 4 ഇല്ലത്തുകാരനാണ് ഈ ചെയർ ഇവിടെ ഉണ്ടായത്. 4 കാരണങ്ങൾ കാരണം. ഒന്ന് ഇതിൻ്റെ മെറ്റീരിയൽ കോസ്, അത് ഈ ഫൈബർ എന്നുള്ള സാധനം. 2 ഫോമൽ കോസ്, ഈ ആകൃതിയിൽ തയ്യാറാക്കപ്പെട്ടു എന്നുള്ളത്. 3 എഫിഷ്യൻറ്റ് കോസ്, അത് ഇത് ഡിസൈൻ ചെയ്ത ആൾ. 4 ഇതിൻ്റെ ഫൈനൽ കോസ്, ഇത് ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. പക്ഷെ മോഡേൺ സയൻസ് വന്നിട്ട് ഈ ഫോമൽ കോസിനെയും അതുപോലെ ഫൈനൽ കോസിനെയും റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. അത് ആവശ്യമില്ല, അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം. മെറ്റീരിയൽ കോസും എഫിഷ്യൻ കോസും മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ റിയാലിറ്റിയെ സമീപിച്ചപ്പോൾ ദ റിസൾട്ട് വാസ് ഡിഫറെൻറ്റ്. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ ടെലിയോളജി അവിടെ കൃത്യമായി വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സയൻസ് എന്തിനാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അറിവ് എന്തിനാണ്? മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ആർട്ട് എന്തിനാണ്? ആർട്ടിന് വേണ്ടിയിട്ടാണോ? ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റിക്കും സെൽഫിൻ്റെ മാനിഫെസ്റ്റേഷനൊക്കെ വേണ്ടിയിട്ടാണോ ഇതൊക്കെ ഉള്ളത്? അതോ മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? മനുഷ്യന്മാർക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ മോഡേൺ സയൻസിൽ ഈ ഫിലോസഫിക്കൽ ചേഞ്ച് വന്നതോടുകൂടി എത്തിക്സിനെന്നും ഉൾപ്പെടുത്താത്ത രീതിയിൽ ആണ് പിന്നെ അത് ഡെവലപ്പ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഇപ്പോൾ യുവാൽ ഹരാരിയൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. യുവാൽ ഹരാരി അദ്ദേഹത്തിൻ്റെ പിന്നെ ജനറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷണം നടത്തുന്നത്, ജനറ്റിക്സിൽ മനുഷ്യന്മാർ കൂടുതൽ പുരോഗമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ദാഹം അകറ്റാനും പട്ടിണി മാറ്റാനും പറ്റുന്ന ജയൻറ്റ് കൗസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ആ ജനറ്റിക്സ് ഉപയോഗിക്കുക? അതോ ഒറ്റ ക്ലിക്കിന് അല്ലെങ്കിൽ ഒറ്റ അടിക്ക് ഒരു 100 ആളെയൊക്കെ കൊല്ലാൻ പറ്റുന്ന ഭീമൻ മനുഷ്യന്മാരുണ്ടാക്കാനാണ് ഉപയോഗിക്കുക? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഐഡിയോളജി, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാൻ ഹൂ ഡീൽസ് വിത്ത് ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ സയൻസിന് നേരിട്ട് സയൻസിൻ്റെ ഉള്ളിൽ ഇൻഹറൻ്റായിട്ട് എത്തിക്സ് ഇല്ല, അത് പുറത്തുനിന്ന് കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് ഒരുപാട് എക്സാമ്പിൾസൊക്കെ യുവൽ ഹരാരി പറഞ്ഞു. നമ്മൾ ഉലുൽ അൽബാബ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അയച്ചെന്ന വീഡിയോയിലൊക്കെ അത് പറഞ്ഞിരുന്നു. അപ്പോൾ ആരാണോ ഈ സാധനം കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ യൂജനിക്സ് മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ റൈസിസം കലർന്ന സയൻസ് മുമ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെക്നോളജിയുടെ ജീനിയോളജിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ടെക്നോളജി എന്തിനാണെന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ വിലയിരുത്തുമ്പോൾ അത് പറയാറുണ്ട്. AI എന്തിനാണ്? AI മനുഷ്യന്മാരെ നന്നാക്കാനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അൽഗോരിതമാണ് അത് സെറ്റ് ചെയ്യേണ്ടിരുന്നത്. ഇപ്പോൾ ഒരു മതവിദ്യാർത്ഥി ഇൻസ്റ്റഗ്രാമിൽ കയറുകയാണ്, അപ്പോൾ ഒരു 4 കോമഡിയും 5 കളിക്കാരതൊക്കെ വന്നു. പിന്നെ ഇനിയൊരു നല്ല കണ്ടൻറ്റ് കൊടുക്കാം എന്ന് അൽഗോരിതം ചിന്തിക്കൂല നമ്മളെപ്പോഴും പറയാറുണ്ട്. കാരണം അത് സെറ്റ് ചെയ്തത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അതിൻ്റെ ആൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ശാസ്ത്ര മേഖലയിൽ അല്ലെങ്കിൽ ടെക്നോളജി ഇത്രമേൽ വികസിച്ചു വന്നു. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞത് മെഷീൻ നമ്മളെ മാസ്റ്റർ ചെയ്യും എന്നതല്ല നമ്മുടെ പ്രശ്നം, നമ്മളെ ബുദ്ധി റിഡൻഡൻ്റ് ആവുകയും പിന്നെ നമ്മൾ വാലിഡ് അല്ലാത്തൊരു സാഹചര്യം വരുമെന്നാണ് ഈ ഓട്ടോമേഷൻ യുഗത്തെക്കുറിച്ച് സ്റ്റീഫൻ ഹോക്കിൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ വന്നപ്പോൾ നമ്മളെ ഒരുപാട് ഹിഫ് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ AI ഒക്കെ വരാൻ പോകുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ ക്രിയേറ്റിവിറ്റിയും നമ്മൾ വേണ്ടെന്ന് വെക്കുകയും കോഗ്നിറ്റീവ് ഓഫ്ലോഡിങ് എന്ന് പറയും. കോഗ്നിറ്റീവ് ഓഫ്ലോഡിങ്, നമ്മുടെ ചിന്തയെ നമ്മൾ ഓഫ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം എല്ലാം കൂടി AIക്ക് കൊടുക്കാൻ പോകുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ AI മേഖലയിൽ എത്തിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇപ്പോൾ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ സയൻസുമായി ബന്ധപ്പെട്ടും ടെക്നോളജിയുമായി ബന്ധപ്പെട്ടും, വെദർ ഇറ്റ് ഈസ് ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, എനിത്തിങ്,
ക്വസ്റ്റ്യൻ ഓഫ് എത്തിക്സ്, അതിനെ ഈ ശാസ്ത്രജ്ഞന്മാരെങ്ങനെ ഡീൽ ചെയ്യുന്നു? ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ വിശ്വാസികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹാബൽ തന്നെ പറയുന്നത് ന്യൂട്ടൺ വിശ്വാസിയായിരുന്നു, ഏരിയൻ ക്രിസ്ത്യൻ ആയിരുന്നു, ഐൻസ്റ്റൈൻ പിന്നെ ഡീയിസ്റ്റായ വിശ്വാസിയായിരുന്നു. സ്പിനോസയുടെ ദൈവം എന്ന് പറഞ്ഞിട്ട് ഐൻസ്റ്റീൻ പറയുന്നത് എൻ്റെ ദൈവം സ്പിനോസയുടെ ദൈവമാണ്. സ്പിനോസയുടെ ദൈവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചു, പിന്നെ ഒരു കൈയ്യട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നിലും ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഡീയിസം എന്നാണ് അതിന് പറയാം. ഹയ്യും കയ്യൂമും അല്ലാത്ത റബ്ബ്, അങ്ങനെ ഇരിക്കുക, കയ്യൂമല്ല, ഒന്നിലും ഇടപെടില്ല, അങ്ങനത്തെ ഒരു റബ്ബ് എന്നുള്ളതാണ് ഓരോ കാഴ്ചപ്പാട്. അപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവിൽ എന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ ഫിലോസഫിക്കലി എത്തിക്സ് ഇൻവോൾവ്ഡ് ആവണം എന്നുള്ളതാണ്. പക്ഷേ മോഡേൺ സയൻസ് ഇപ്പം അങ്ങനെയല്ല പോണത്. വിശ്വാസികൾ ആണ് പല സയൻറ്റിസ്റ്റുകളും, അതിൽ നമുക്ക് സംശയമല്ല. അപ്പോൾ ഈ എത്തിക്സ് എന്നുള്ള ക്വസ്റ്റ്യന് ഇപ്പോൾ സയൻസിൻ്റെ ലോകം എങ്ങനെയാണ് അതിനെ ഫെയ്ത്ത് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നോട്ട് നെസസറിലി ഫെയ്ത്ത് ആവാം. ഈ എത്തിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ അവരെങ്ങനെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. AI വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ AI വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം, പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന AI മോഡൽസ് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ വിലക്കൊരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് കൂടി പറയാനുള്ളതാണ്, AI കാൽക്കുലേറ്റ് ചെയ്യും, പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യും. പക്ഷേങ്കിൽ AIക്ക് ഒരിക്കലും മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുക, വേറെ ആരും ഇതുവരെ ചിന്തിക്കാത്തൊരു സാധനം ഉണ്ടാക്കുക, അത് AIക്ക് നടക്കൂല. ചിലപ്പോൾ ഫ്യൂച്ചറിൽ നടക്കുമായിരിക്കും, പക്ഷേ ഒരു 50-60 കൊല്ലത്തേക്ക് നടക്കൂല. നമ്മളൊരു കോഗ്നിറ്റീവ് എബിലിറ്റിയാണ്. അപ്പം നിങ്ങളൊരു തിയറി ഉണ്ടാക്കി, അതിനെ ചിലപ്പോൾ മാച്ച് ചെയ്യുന്ന വേറൊരു തിയറി ഉണ്ടാക്കും, പക്ഷേങ്കിൽ ഒരിക്കലും നിങ്ങളെ തിയറിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിക്കൂല. മനസ്സിലായോ? കാരണം നമ്മളോരോ സാധനം ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുന്നതും കൂടുതൽ മെജോറിറ്റി ആൾക്കാർ പറയുന്ന കാര്യമാണ് AI നമുക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ AI എങ്ങനെ വർക്ക് ചെയ്യുക വെച്ചാൽ, LLMs എങ്ങനെ വർക്ക് ചെയ്യുക വെച്ചാൽ, അത് സെർച്ച് ചെയ്യുമ്പോൾ ഏത് കാര്യമാണ് കൂടുതൽ ആൾക്കാരും ഒരു ടോപ്പിക്കിന് പറയുന്നത്, ആ കാര്യമാണ് റിസൾട്ടായിട്ട് വരിക. അല്ലെങ്കിൽ സെർച്ച് ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ അത് ട്രെയിൻഡ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. എസ്പെഷ്യലി എന്ന് പറഞ്ഞാൽ പണ്ടുള്ള ഫിസിക്സ് ആണെങ്കിലും ഫിസിക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഈ ഓപ്പൺ AI സർവേഴ്സിൽ ട്രെയിൻ ചെയ്യുന്നതാണ്. AIനെ ട്രെയിൻ ചെയ്യും, എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യുക, എന്തിനാണ് ഇത് ആൻസർ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ AIക്ക് എത്തിക്സ് ഇല്ല, ഒബ്വിയസ്ലി എത്തിക്സ് ഇല്ല. നിങ്ങൾ പെട്ടെന്ന് AIനോട് പറഞ്ഞു അപ്പോൾ ചാടിച്ചാവാൻ പോകുന്നത്, എന്താ പറയുക, ചാടിച്ചാവണ്ട, നിൽക്കുക എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ അത് AI ഡയറക്റ്റ്ലി നിങ്ങളോട് പറയുന്നതല്ല, അവർ ട്രെയിൻ ചെയ്തതാണ് അങ്ങനെ പറയാൻ. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ മനുഷ്യനോട് ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞു ചാടിച്ചാവാന്ന്, ഈ പോലീസുകാരൻ ജെന്യുവൻലി നിങ്ങളെ ചാടാണ്ടിരിക്കാൻ നോക്കൂ. വേറെ ആരും ട്രെയിൻ ചെയ്തതല്ല, സ്വന്തം മനസ്സറിഞ്ഞ് പറയും ചാടണ്ടാവും. അതാണ് ഡിഫറൻസ്. അപ്പോൾ എത്ര പോയാലും ഇപ്പോൾ ഫിസിക്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സയൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പുതിയൊരു ഐഡിയ AIക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. ഉള്ള ഐഡിയകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേങ്കിൽ പുതിയ ഐഡിയ ഉണ്ടാക്കാൻ പറ്റില്ല. AI ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാറ്റേൺ റെക്കഗ്നൈസേഷനും കാൽക്കുലേഷനും ജനറേഷനുമാണ്, വേറെ ഒന്നും ചെയ്യില്ല. അപ്പം നിങ്ങളെന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു വീഡിയോ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ AIനോട് നിങ്ങൾ പെട്ടെന്ന് റാൻഡംലി ജനറേറ്റ് ആയ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റിലേറ്റഡ് ടോപ്പിക് ആയിരിക്കും പറയാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കേണ്ടി വരും. ജനറേറ്റീവ് AIൻ്റെ കുഴപ്പമാണ് അതാണ്. ഇപ്പോൾ ഒരു കുട്ടി ന്യൂട്ടൻ്റെ ലോ പഠിക്കുക പറയും, AIനോട് ചോദിച്ചു, ആ കുട്ടിക്ക് കിട്ടുന്ന ആൻസർ നല്ലതാവണമെങ്കിൽ ആ കുട്ടി ചോദിക്കുന്ന പ്രോംപ്റ്റ് നല്ലതാവണം, ആ ക്വസ്റ്റ്യൻ നല്ലതാവണം. അതാണ് AIൻ്റെ നമ്പർ 1 പ്രോബ്ലം. ഇപ്പോൾ ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള സംസാരമാണ് അല്ലേ? ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള പലതും ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് കൂടി ബോധ്യപ്പെടുത്താൻ. ഞാനിനി അവസാനം ചോദിക്കാൻ വന്നത് ടൈം ഡൈലേഷനെ കുറിച്ചാണ്. ടൈം ട്രാവൽ, ടൈം ഡൈലേഷൻ. ഇപ്പോൾ സയൻസ് ഫിക്ഷൻ മൂവികളിലൊക്കെ ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഇൻ്റർസ്റ്റെല്ലാർ, ബ്ലാക്ക് വോം ഹോൾ, അതൊക്കെ ഹാബലിൻ്റെ ഏരിയ ആണല്ലോ. അപ്പോൾ ഈ സമയം, ഇപ്പോൾ ഖുറാനിൽ സമയത്തെക്കുറിച്ച് പറഞ്ഞത് അൽഫസനത്തി മിമ്മ തൊഴുതു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എണ്ണുന്ന 1000 കൊല്ലമാണ് ഇവിടെയുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ അങ്ങനത്തെ ചില കാൽക്കുലേഷൻ. സമയം ഒരിക്കലും സ്റ്റാറ്റിക്കായിട്ട് പറയുന്നില്ല. ചില സമയങ്ങളിൽ
ഹംസീൻ അൽഫസനത്തി മിമ്മ തൊഴുദൂൻ. ഇപ്പം മഹ്ശറയുള്ള സംഭവങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ ഖുറാനിൽ പറയുന്നുണ്ട് നിങ്ങൾ എണ്ണുന്ന 50,000 കൊല്ലമാണത്. അപ്പം നമ്മൾ ഇവിടെ എണ്ണുന്ന 50,000 കൊല്ലം, പിന്നെ അത് എവിടെയാണ് അങ്ങനെ സംഭവിക്കുക? അപ്പം നമ്മൾ ഇൻ്റർസ്റ്റെല്ലാറൊക്കെ കാണുമ്പോൾ അതിൽ പിന്നെ നാസയിലെ ഒരു പര്യവേഷണത്തിന് വേണ്ടിയിട്ട് ഒരു അച്ഛൻ സ്പേസിലേക്ക് പോകുന്നു, അയാൾ ഒരു ബ്ലാക്ക് ഹോളിൽ പെടുന്നു, അങ്ങനെ കുറച്ച് സമയം വൈകുന്നു, അങ്ങനെ 1-1.5 മണിക്കൂർ അവിടെ വൈകിയപ്പോൾ അയാൾ പോകുമ്പോൾ അയാളെ മോൾക്ക് ഇവിടെ 10-12 വയസ്സാണ്. അയാൾ ഒരു 6 മാസത്തെ പ്രായമായിട്ട് അയാൾ തിരിച്ചു വന്നു. പക്ഷേ അപ്പോൾ തന്നെ ഇയാളെ മോള് വയസ്സായിട്ട് ഭൂമിയിൽ ഒരുപാട് സമയം പാസ് ചെയ്തു പോയി, വയസ്സായിട്ട് പിന്നെ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയം. ഈ നമ്പേഴ്സൊക്കെ എക്സാക്റ്റ് അല്ല, പക്ഷെ അതാണ് അതിൻ്റെ ഒരു ജനറൽ തീം. അപ്പോൾ സമയം എന്നുള്ളത് ഒരു ആകൃതിയൊക്കെ ഉള്ള ഒരു സാധനമാണെന്ന് പറയാറുണ്ട്. നമ്മൾ നീളം വീതി ആഴം, ഇതാണ് അപ്പോൾ നമ്മളെ അനുഭവത്തിലുള്ള ഡയമെൻഷൻ. പക്ഷെ ടൈം ഈസ് എ ഡയമെൻഷൻ, അതിനൊരു ആകൃതി കൂടെ ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അസ്ഹാബുൽ കഹഫിൻ്റെ വിഷയത്തിൽ നമ്മൾ കാണാറുണ്ട്, സമയം അള്ളാഹു നിശ്ചലമാക്കി, ഗുഹയിലെ സമയം അള്ളാഹു നിശ്ചലമാക്കി. ബാക്കി പുറത്തുള്ള ആളുകളൊക്കെ സമയം പാസ് ചെയ്തു, അവർക്കൊക്കെ പ്രായമായി. അസ്ഹാബുൽ കഹഫ് 309 കൊല്ലം കഴിഞ്ഞ് എണീറ്റപ്പോൾ ആ പഴയ നാണയം അവരുടെ കയ്യിലുണ്ട്, അവർക്കൊരു തരിമ്പ് പോലും പ്രശ്നം അവർക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഖുറാനിൽ വായിച്ചിരുന്നു. വായിക്കുന്ന സമയത്തൊന്നും ലോജിക്കലായിരുന്നില്ല ഈ സംഭവങ്ങൾ. പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ വിശദീകരിക്കാൻ പറ്റുമ്പോൾ ഇങ്ങനെയും ആവാം. ദാറ്റ് ഈസ് നോട്ട് ദ ഓൺലി എക്സ്പ്ലനേഷൻ. പക്ഷേ ഇങ്ങനെയും ആവാം. സമയം ഒരു ഏരിയയിൽ അള്ളാഹുവിന് വിചാരിച്ചാൽ നിശ്ചലമാക്കി കളയാം. കാരണം സമയത്തെയും സൃഷ്ടിച്ചത് പടച്ചോനാണല്ലോ. സമയത്തിലൂടെ പാസ് ചെയ്യേണ്ട ഗതികേട് പടച്ചോനില്ല. സ്പേസും ടൈമും, ഇപ്പോൾ സ്പേസ് ടൈം എന്നാണ് ഐൻസ്റ്റൈൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. സ്പേസും ടൈമും വേറെ തന്നെ അല്ലാതെ തന്നെ സ്പേസ് ടൈം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സമയത്തിലൂടെയുള്ള സഞ്ചാരം, അതിപ്പോൾ ഭൂതകാലത്തിലുള്ള സഞ്ചാരം എന്നുള്ളത് ഞാനതങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം ഗ്രാൻഡ് ഫാദർ പാരഡോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളെ മുത്തച്ഛനെ പോയി കൊല്ലാം. ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കാൻ പറയുമ്പോൾ നമ്മളെ മുത്തച്ഛനെ പോയി കൊല്ലാം. പക്ഷേ നമ്മളെങ്ങനെ മുത്തച്ഛനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു പാരഡോക്സ് ഉണ്ടായതുകൊണ്ട് ടൈം ട്രാവൽ സാധ്യമല്ല എന്ന് ജനറലി പറയാറുണ്ട്. പക്ഷേ അതേസമയം ടൈം ഡൈലേഷൻ ഓവറോൾ ജനറലി ടൈം ഡൈലേഷൻ എന്ന് പറയുമ്പോൾ അത് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ഒരു ശബ്ദവേഗതയിൽ 2 ഇരട്ട കുട്ടികളെ സ്പേസിലൂടെ ഒരാളെ ഭൂമിയിൽ നിർത്തി മറ്റാളെ സ്പേസിലൂടെ സഞ്ചരിപ്പിച്ചു കൊണ്ടുവന്നാൽ മൈക്രോ കാൽക്കുലേറ്ററുകൾ പിന്നെ ഇത് മെഷർമെൻ്റൊക്കെ വെച്ച് നോക്കിയാൽ മറ്റാൾക്ക് കൂടുതൽ പ്രായമായിട്ടുണ്ടാവില്ല. അയാൾ സമയത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ ഉള്ളൊരു സാധ്യത അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഭൂമിയിലുള്ള ഈ കുട്ടിക്കാണെങ്കിലോ കുറച്ച് പ്രായമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ട്വിൻസാണ്, 2 ഒരുപോലെ ഏജ് ആവാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ ട്വിൻസുമായി ബന്ധപ്പെട്ട ഒന്ന് പറയാറുണ്ട്. ഞാൻ ഇവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ടൈമുമായി ബന്ധപ്പെട്ട് വളരെ രസിപ്പിക്കുന്ന കുറേ മൂവികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീരെ ഫിലോസഫിക്കൽ അല്ലാതെ നമ്മളെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ടൈമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഹാബലിൻ്റെ നിരീക്ഷണങ്ങൾ എന്നുള്ളതാണ്. ടൈമിനെ കുറിച്ച് പറയുമ്പോൾ മാക്സിമം സിംപ്ലിഫൈഡ് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ സയൻറ്റിഫിക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഫിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഓവർ സിംപ്ലിഫൈ ഇതൊക്കെ പറയും. പക്ഷെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ ഒരു ഓവർ സിംപ്ലിഫൈഡ് വേർഷൻ തരാം. ഡിസ്ക്ലൈമർ വെച്ച് പറയാണ്, ഓവർ സിംപ്ലിഫൈഡ് ആണ്, എക്സാക്റ്റ് അല്ല. എങ്ങനെയാണ് വർക്ക് വെച്ചാൽ, എന്തിനും ഒരു സാധനത്തിന് മാസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡിൻ്റെ ഉള്ളിൽ ടൈം സ്ലോവർ ആയിരിക്കും. അപ്പോൾ എർത്ത് എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായിട്ടുള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ട് അതിൻ്റെ മാസ് വെച്ചിട്ട്. അപ്പോൾ വേറൊരു കുട്ടി അതിൻ്റെ പുറത്ത് പോവുകയാണെങ്കിൽ, എന്നിട്ട് ഇച്ചിരി കറങ്ങിയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ആ കുട്ടീൻ്റെ ട്വിന്നിന് പ്രായം കൂടുതലായിരിക്കും, പുറത്തുള്ള കുട്ടിക്ക് പ്രായം കുറവായിരിക്കും. കാരണം എവിടെയാണോ മാസ് ഉള്ളത് അവിടെ ടൈം സ്ലോ ആണ്, പുറത്തിറങ്ങിയാൽ ഡിഫറെൻ്റ് ആണ്. അതാണ് ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇൻട്രസ്റ്റെല്ലാറിൻ്റെ സ്പെസിഫിക് ടോപ്പിക് എടുത്ത് നോക്കുമ്പോൾ അവർ ഏതൊരു ഗർഗാൻജുവ എന്ന് പറഞ്ഞുള്ള ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തായിരുന്നു. ഞാൻ സിനിമ കറക്റ്റ് കണ്ടിട്ടില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തായതുകൊണ്ടാണ് ആ അച്ഛന് ടൈം കുറഞ്ഞതും എർത്തിലുള്ള കുട്ടിക്ക് ടൈം ഫാസ്റ്റായിട്ട് പോയതും. അതാണ് ടൈം എന്ന് പറഞ്ഞാൽ. അത് ജി ആർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് തിയറീസാണ്. അപ്പോൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലുള്ള ഒരു ടൈം ഡയലേഷൻ എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഇനി എൻ്റെ അവസാനത്തെ ഒരു ചോദ്യമാണ്.
സദസ്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവാം. പൊതുവേ ഇപ്പോൾ കുറച്ചൊക്കെ ഫിസിക്സും ഒക്കെ പഠിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ബ്ലാക്ക് ഹോള്, വൈറ്റ് ഡ്വാർഫ്, വേം ഹോള്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ കേൾക്കാറുണ്ട്. പലപ്പോഴും ഓവർ സിംപ്ലിഫൈഡ് ആണ്. ഈ പറഞ്ഞ പോലെ ഇതെന്താ മനസ്സിലാക്കാൻ വേണ്ടി ഗൂഗിൾ ചെയ്യുമ്പോഴൊക്കെ ഓവർ സിംപ്ലിഫൈഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടാറുള്ളത്. അപ്പം ഇനി ഓവർ സിംപ്ലിഫൈഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, എന്തൊക്കെയാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ജനറലി എന്താണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, അതെങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ എത്ര സ്കെയിലാണ് പ്രപഞ്ചത്തിൻ്റെ, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡിസ്ക്രിപ്ഷൻ എല്ലാവർക്കും ഒന്ന് കൊടുത്താൽ. ഒരു ഓവർ സിംപ്ലിഫൈഡ് വേർഷൻ തരാം. ഇതിന് രണ്ട് ഡിഫറൻസ് പറഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഗൂഗിൾ ഓവർ സിംപ്ലിഫൈഡ് ആണെന്ന് പറയൂല, പക്ഷെ ഞാൻ പറഞ്ഞുതരാണ് ഓവർ സിംപ്ലിഫൈഡ് ഇല്ലാന്ന്. ഇപ്പോൾ GR ഇൻ എ നട്ട്ഷെൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാനിഫോൾഡാണ്. മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ കേർവ്ഡ് ഏരിയ ഓഫ് സ്പേസ് ടൈം. അപ്പം വേറെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരു മാനിഫോൾഡ് കേർവ്ഡ് ആയതുകൊണ്ട് ആ മാനിഫോൾഡിൻ്റെ ഉള്ളിലുള്ള അനങ്ങുന്ന എന്ത് സാധനം ഒരു ജിയോഡസിക്കിലാണ് പോവുക. ജിയോഡസിക് എന്ന് പറഞ്ഞാൽ ദ ഷോർട്ടസ്റ്റ് പാത്ത് ഓൺ എ കേർവ്ഡ് സർഫസ്. ഇപ്പം നമ്മളെ സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ കർവച്ചർ അലോങ് ആയിട്ടാണ് എർത്ത് പോകുന്നത്, ഓർബിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളെ എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ടസ്റ്റ് പാത്തിലാണ് പോകുന്നത്. ദ ഷോർട്ടസ്റ്റ് പാത്ത് ഓൺ എ കേർവ്ഡ് സർഫസ് ആണ് ഒരു ജിയോഡസിക് എന്ന് പറഞ്ഞാൽ. അതാണ് ഒരു സംഭവം. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റിയാണ്. പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ all the laws of physics remain invariant under constant velocity. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി പറഞ്ഞാൽ എന്താ ആർക്കെല്ലാം അറിയോ? സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ഷിപ്പ് ഇപ്പോൾ കറക്റ്റ് 300 km/h പോവുകയാണെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിരിക്കും. ഡിഫറൻസ് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ നിർത്തിയിട്ടൊരു സ്പേസ് ഷിപ്പും 300 km/h കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നൊരു സ്പേസ് ഷിപ്പും സെയിം എഫക്റ്റ് ആയിരിക്കും. അതാണ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ, അതാണ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇനേഷ്യൽ ഒബ്സർവേഴ്സ്. അത് GR ഒരു മെയിൻ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുക്കുകളൊക്കെ ഉണ്ടാവും. ഇത് വേറൊരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്പേസ് ടൈം കർവച്ചറാണ്. ന്യൂട്ടൻ്റെ തിയറിയിൽ പറഞ്ഞത് രണ്ട് സാധനത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനാണ് ഗ്രാവിറ്റി ഇതാണ്. പക്ഷേങ്കിൽ അതല്ല സംഭവം. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ സ്പേസ് ടൈം കർവച്ചറാണ്. ഒരു സാധനത്തിന് മാസ് ഉണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു സ്പിയർ ഒരു ക്ലോത്ത്, ഒരു കോട്ടൺ ക്ലോത്തിൻ്റെ എടുത്ത് വെച്ചു. ആ ക്ലോത്തിൻ്റെ നടുവിൽ നമ്മൾ ഈ സ്പിയർ വെച്ചു, നല്ല കനമുള്ളൊരു സ്പിയർ വെച്ചു. എന്നിട്ടൊരു ചെറിയ വേറൊരു സ്പിയർ എടുത്തിട്ട് നമ്മൾ ടോപ്പിൽ വെച്ചു, എന്നിട്ട് ഒന്ന് സ്പിൻ ചെയ്തു. ആ സ്പിയർ എന്താ ചെയ്യുക? ആ ചെറിയ സ്പിയർ മറ്റേ സാധനത്തിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ കറങ്ങി പോകൂലേ? അതാണ് നമ്മളെ ഓർബിറ്റുകൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അതിന് കറക്റ്റ് ഒരു സംഭവമുണ്ട്. സ്പീഡ് ഓഫ് ലൈറ്റ് പറഞ്ഞാൽ 300,000 km/s ആണ്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റിനെടുക്കുക 1 വർഷം തന്നെയാണ്. അപ്പോൾ ഇത് വേറൊരു സംഭവം. വേറൊരു GR ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ ആബ്സല്യൂട്ട് ടൈം ഡിസ്ട്രോയ് ചെയ്യും. ഇതിൽ ടൈം എന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡയമെൻഷനാണ്. TXYZ. സാധാ തിയറിയിലൊക്കെ XYZ ഉണ്ടാവുള്ളൂ, ഇവിടെ TXYZ ഉണ്ട്. T എന്ന് പറഞ്ഞാൽ ടൈം. ഇതാണ് ഐൻസ്റ്റൈൻ്റെ തിയറിയിൽ ടൈം. ഇത് ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെൻറ്റ് ടൈമായിരിക്കും. ഇപ്പം എർത്തിൽ ഡിഫറെൻറ്റ് ടൈമായിരിക്കും, കാരണം എർത്തിൻ്റെ മാസ് ഡിഫറെൻ്റ് ആണ്. വേറൊരു ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വലിയൊരു സ്റ്റാറിൻ്റെ അടുത്തുള്ളൊരു പ്ലാനറ്റിന് അല്ലെങ്കിൽ ജൂപ്പിറ്ററിൽ ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അത് വേറൊരു കാര്യം. പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ GR ഇസ് ലൊക്കാലിറ്റി. ലൊക്കാലിറ്റി എന്ന് പറഞ്ഞത് അറിയാം ആർക്കെങ്കിലും? ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ തിയറിയിൽ പറഞ്ഞത് നമ്മളെ സണ്ണ് പെട്ടെന്ന് ഇല്ലാണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ അതിൻ്റെ എഫക്ട്സ് ഗ്രാവിറ്റേഷനിൽ നമ്മൾ ഇൻസ്റ്റൻ്റ്ലി അറിയുമെന്നാണ് ന്യൂട്ടൻ്റെ തിയറിയിൽ പറയുന്നത്. പക്ഷേ ഐൻസ്റ്റൈൻ്റെ തിയറിയിൽ പറയുന്നത് പറഞ്ഞാൽ കറക്റ്റ് 8 മിനിറ്റ് എടുക്കും, അല്ലെങ്കിൽ കറക്റ്റ് 8 മിനിറ്റ് അല്ല, എബൌട്ട് 8 മിനിറ്റ് എടുക്കും നമ്മൾ ഇതിൻ്റെ എഫക്റ്റ് അറിയാൻ. കാരണം ഗ്രാവിറ്റി ലൈറ്റിൻ്റെ എക്സാക്ട് സെയിം സ്പീഡിലാണ് ട്രാവൽ ചെയ്യുക. ഇത് ഓൾമോസ്റ്റ് ചില ടോപ്പിക്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ 2 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള. ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഭൂമിയിൽ നിന്ന് റോക്കറ്റ് എടുത്തിട്ട് ഓർബിറ്റിലെത്താൻ
ഒരു എസ്കേപ്പ് വെലോസിറ്റി വേണം. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനത്തിൻ്റെ ആറ്റ്മോസ്ഫിയർ ലീവ് ചെയ്യാൻ വേണ്ട വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. നമ്മളെ ഭൂമിക്ക് ഇച്ചിരി ഉണ്ട്, പക്ഷെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഇല്ലാത്തൊരു സാധനം ഉണ്ടെങ്കിലോ 28,000 km/h ആണോ? 28,000 km/h ആണോ? അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എർത്തിനൊരു സർട്ടൻ എസ്കേപ്പ് വെലോസിറ്റി ഉണ്ട്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ഇല്ലാത്തൊരു സാധനം ഉണ്ടോ എന്നാണ് ഫസ്റ്റ് നമുക്ക് വന്ന ക്വസ്റ്റ്യൻ. എസ്കേപ്പ് വെലോസിറ്റി ഇല്ലാത്തൊരു സാധനം ഉണ്ട്, അതാണ് ഒരു ബ്ലാക്ക് ഹോൾ. ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഇവൻ്റ് ഹൊറൈസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം നമ്മൾ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫോട്ടോൺ ആണെങ്കിലും അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. അതാണ് ഒരു ബ്ലാക്ക് ഹോൾ. അപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ വരും, ഞാൻ പറയേണ്ട ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ വീണോ എന്താ സംഭവിക്കാതെ? നിങ്ങളെ ആ ബ്ലാക്ക് ഹോൾ ഇൻസിനറേറ്റ് ചെയ്യും. ടൈഡൽ ഫോഴ്സസ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ട് ഇൻസിനറേറ്റ് ചെയ്യും, കഷ്ണങ്ങളാക്കി മുറിക്കും. അപ്പം ഇതൊക്കെ കൂടിയും ആണ് GR എന്ന് പറഞ്ഞാൽ. ഇപ്പം മോഡേൺ ഇൻ്റർപ്രിട്ടേഷനൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെങ്കിൽ അതൊക്കെ ഇച്ചിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, സിമ്പിളായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ട് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. രണ്ട് സാധനങ്ങളുണ്ട്. ഒന്ന് സ്പെഷ്യൽ റിലേറ്റിവിറ്റി. സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഗാലലിയോ വെച്ചിട്ടാണ് തുടങ്ങിയത്. ഗാലലിയോ ഏർലി 1600s പ്രോട്ടോ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഗാലലിയോ ഇറക്കിയത്. ഗാലലിയോ ആണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി പ്രപ്പോസ് ചെയ്തത്. പിന്നെ ഐൻസ്റ്റൈൻ ശരി കൂടി കാലം കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഇറക്കി 1905. പിന്നെ 1907 മുതൽ 1915 വരെ ഐൻസ്റ്റൈൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇറക്കി. ഇതാണ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൻ്റെ ശേഷം ഐൻസ്റ്റൈൻ്റെ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ട്. പറയാന്ന് പറഞ്ഞാൽ റിപ്പിൾസ് ഓഫ് സ്പേസ് ടൈമാണ്. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. റിപ്പിൾസ് ഓഫ് സ്പേസ് ടൈമാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ്. 2015 ലീഗോ നടത്തിയൊരു ടെസ്റ്റ് കാരണം ഈ ഒരു സംഭവം കൺഫേം ചെയ്യുകയും ചെയ്തു. ലീഗോക്ക് നോബൽ പ്രൈസും കിട്ടി. അപ്പോൾ ഇതാണ് GRൻ്റെ നട്ട്ഷെൽ എന്ന് പറഞ്ഞാൽ. ബ്ലാക്ക് ഹോള് എല്ലാവർക്കും അറിയാലോ അല്ലേ? ബ്ലാക്ക് ഹോൾ എന്ന് അറിഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. വേണമെങ്കിൽ ഒന്നുകൂടി ഓവർ സിംപ്ലിഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഇതിൽ സംസാരിക്കാം. ഞാൻ എൻ്റെ റോൾ ഇപ്പോൾ കഴിഞ്ഞു. സദസ്സിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ സദസ്സിന്ന് ചോദ്യങ്ങൾ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇനി എങ്ങനെ ഞാൻ ചോദ്യം ചോദിക്കും എന്നാരും ചിന്തിക്കണ്ട. നിങ്ങളെല്ലാ സംശയങ്ങൾക്കും ഹാബിൽ ഈസ് ഓപ്പൺ ടു ആൻസർ ഇൻഷാല്ലാഹ്. അപ്പം മൈക്ക് കൊടുക്കാനുള്ള സംവിധാനം ചെയ്തു. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. നിങ്ങൾ ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഒരുപാട് സയൻറ്റിഫിക് തിയറീസ് പറഞ്ഞു. ആക്ച്വലി ഐ എം വെരി പ്രൗഡ്. നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും കൂടുതൽ ഇൽമ് ആൻഡ് യുവർ എലിസിഡേറ്റിംഗ് പവർ ഈസ് വെരി എക്സ്ട്രാ-ഓർഡിനറി. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഭയങ്കര ഓണ്ടോളജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് സയൻസ് കാൺട്ട് സയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻഡ് വൈ? എന്തുകൊണ്ടാണ് സയൻസിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്? അത്രയുള്ളൂ. സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പോഴും ഉച്ചിരിയൊക്കെ ഉണ്ട്. അത് ഫ്യൂച്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഒരു കാര്യമാണ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് എന്താണ് കറക്റ്റായിട്ട് ഇതുവരെ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറൊരു എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ എന്തുകൊണ്ടാണ് ഫിസിക്സിലുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ഗ്രാവിറ്റിക്ക് ഒരു പാർട്ടിക്കിൾ നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അത് വേറൊരു ഫ്രണ്ടിയർ ക്വസ്റ്റ്യനാണ്. ഇതിന് സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. സയൻസ് എപ്പോഴും ആക്റ്റീവ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്ന കാര്യങ്ങൾ. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ബിഗ്ഗസ്റ്റ് അൺആൻസേർഡ് ക്വസ്റ്റ്യനാണ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്, ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ ഗ്രാവിറ്റോൺ എന്ന് പറഞ്ഞുള്ള സംഭവം, അതിന് നമുക്ക് തിയറികളുണ്ട്, നല്ല അടിപൊളി മാത്തമാറ്റിക്കൽ തിയറീസ്, എലഗൻറ്റ് ബ്യൂട്ടിഫുൾ തിയറീസ് ഉണ്ട്. പക്ഷേങ്കിൽ അതിനുള്ള എക്സ്പ്ലനേഷൻസ് അല്ലാത്ത എക്സ്പെരിമെൻറ്റ്സ് ഇതുവരെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ സയൻസിൻ്റെ ഫീൽഡ് എംപിരിക്കലാണല്ലോ. അപ്പം ഇൻവിസിബിൾ ആയത് എന്നുള്ളതല്ല, എംപിരിക്കൽ മെറ്റീരിയൽ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ വേവ്സ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, സബാറ്റോമിക് ഏരിയകൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. പക്ഷെ അത്
കണക്കൂട്ടിയെടുക്കാം, അളന്നെടുക്കാം എന്നതാണല്ലോ. അപ്പോൾ കാണാൻ പറ്റാത്തതൊക്കെ സയൻസിന് വിശദീകരിക്കാൻ പറ്റാത്തതെന്നുള്ള അർത്ഥമല്ല. കാണാത്ത ലോകവും സയൻസ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂട്രിനോസ്, പിന്നെ നേരത്തെ പല ഉദാഹരണങ്ങൾ പറഞ്ഞു, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പറഞ്ഞു, റിപ്പിൾസ് ഒക്കെ പറഞ്ഞല്ലോ. അത് കണ്ടെത്തിയാലോ ഇപ്പോൾ നോബൽ സമ്മാനമൊക്കെ കിട്ടിയത് അല്ലേ, ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഐൻസ്റ്റൈൻ ഇത് 100 കൊല്ലം മുന്നേ പറഞ്ഞ സംഭവമാണ്, പക്ഷെങ്കിൽ ഇത് കൺഫേം ചെയ്തത് 2015. അതാണ് വ്യത്യാസം. ഐൻസ്റ്റൈൻ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളെന്ന് നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കും. പിന്നെ ഓഫ് കോഴ്സ് മെറ്റാഫിസിക്കൽ വേൾഡ് അത് സയൻസിൻ്റെ ഏരിയ അല്ല. ഇപ്പോൾ മീൻ എന്തുകൊണ്ട് മരം കയറുന്നില്ല എന്ന് ചോദിച്ച മാതിരിയാണ്. ഇറ്റ്സ് നോട്ട് ഫങ്ഷൻ ഓഫ് സയൻസ്, മെറ്റാഫിസിക്കൽ വേൾഡ് അല്ല. പിന്നെ അതുപോലെ ഇപ്പോൾ ഹംസ സോഴ്സസ് ഒക്കെ പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് 28,000 കിലോമീറ്റർ വേഗതയിൽ ഒരു മനുഷ്യൻ സ്പേസിലേക്ക് ഇടിച്ചു കയറുന്നത്? എന്തിനാണ്? ഈ സ്പേസ് ഷിപ്പിൽ അത് അവൻ്റെ സർവൈവലിനെ ബാധിക്കുന്ന കാര്യമല്ലേ. എല്ലാ കാര്യങ്ങളും ട്രൂത്തും കാര്യങ്ങളൊക്കെ എവല്യൂഷന് എല്ലാം വിശദീകരിക്കാൻ പറ്റും. എവല്യൂഷനിലൂടെ മനുഷ്യർക്ക് എന്തുണ്ടാവും? സത്യം കണ്ടെത്താനുള്ള ശേഷി ഉണ്ടാവും, നന്മ തിന്മകൾ വേർതിരിക്കാനുള്ള ശേഷി ഉണ്ടാവും എന്നുള്ള വാദം സയൻറ്റിസം ബാധിച്ച ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ധാർമ്മികതക്കും ഇതിനൊന്നും വേറെ സോഴ്സുകൾ വേണ്ട, അതൊക്കെ എവല്യൂഷൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യന് കിട്ടിക്കോളും എന്ന് പറയാറുണ്ട്. അപ്പോൾ എവല്യൂഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പ്രണയം, അതുപോലെ സ്നേഹം, വാത്സല്യം, ഇതിൻ്റെ ഒരളവ്, അതുപോലെ അപാരമായ ഹ്യൂമാനിറ്റി, ഇപ്പം മാൻഹോളിൻ്റെ ഉള്ളിൽ വീണ് ആളെ രക്ഷിക്കലും, അതുപോലെ ജീവൻ പണയം വെച്ച് മനുഷ്യന്മാരെ രക്ഷിക്കലും, ഇതൊന്നും സർവൈവലിന് യോജിക്കുന്ന കാര്യങ്ങളല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അയാളെ സർവൈവലിന് എതിരാണത്. പണ്ടൊരു മോട്ടിവേഷൻ സ്പീക്കർ ഒരാൾ പറഞ്ഞതുണ്ടായിരുന്നു, താങ്കൾ എന്തിനാണ് ഹിമാലയത്തിലേക്ക് പോയത്? അപ്പോൾ അപ്പോൾ ഹിമാലയം കയറിയ ആൾ പറഞ്ഞു, ബിക്കോസ് ഹിമാലയ ഈസ് ദെയർ. എന്നിട്ട് അത് കേട്ടിട്ട് ഇങ്ങനെ മോട്ടിവേഷൻ വരുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ എതിർത്തിട്ട് ഹംസ യൂസുഫ് സംസാരിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു എന്തല്ല. അപ്പോൾ എവല്യൂഷൻ പ്രകാരം മനുഷ്യന്മാർ ഹിമാലയത്തിൽ പോകാനുള്ള പാഷൻ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നത് എവല്യൂഷൻ പ്രകാരം വിശദീകരിക്കാൻ പറ്റൂല. കാരണം ആ പാഷൻ അവനെ കൊന്നുകളയുന്ന പാഷനാണത്. അതുപോലെ 28,000 കിലോമീറ്റർ വേഗതയിൽ സ്പേസിലേക്ക് ഇടിച്ചു കയറുന്നതും എവല്യൂഷൻ വിശദീകരിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. കാരണം അതിൻ്റെ സർവൈവലിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കഷനൊക്കെ ഇതിനകത്ത് വരും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ ഫിലോസഫിയിൽ പറയാറുണ്ട്, ഇപ്പോൾ ബുർഹാൻ, ഇർഫാൻ, ഖുർആൻ എന്നാണ് പറയൽ. നോളജ് എങ്ങനെയൊക്കെ ശേഖരിക്കാം. ഒന്ന് ബുർഹാൻ, അത് ലോജിക്കൽ റീസണിങ്ങിലൂടെയും എംപിരിസിസിലൂടെയൊക്കെ കിട്ടുന്നത്. പിന്നെ ഇർഫാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റ്യൂറ്റീവ് നോളജാണ്. ഇപ്പോൾ നമുക്കൊരാളോട് സ്നേഹമുണ്ട്, ആ സ്നേഹം ടെസ്റ്റ് ട്യൂബിൽ അളന്നാൽ കിട്ടുമൊന്നുമില്ല. അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സാധനം. നമ്മളെ മക്കളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന വാത്സല്യം, ഇതൊരിക്കലും നമുക്ക് വേറെ വിശദീകരണങ്ങൾക്ക് കഴിയില്ല. അത് നമുക്ക് മാത്രം, നമ്മുടെ ഹൃദയത്തിന് മാത്രം അനുഭവിക്കാൻ കഴിയുന്നു. നമുക്കൊരാളുടെ പ്രണയം ഉണ്ടെങ്കിൽ ആ പ്രണയം നമ്മളെ തൊട്ടടുത്തൊരാൾ നിന്നാലേ മനസ്സിലാക്കാൻ കഴിയില്ല. അത് എത്ര എഴുതി കൊടുത്താലും വിശദീകരിക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ ആ നോളജിനെ കുറിച്ച്. ബുർഹാൻ, ഇർഫാൻ, പിന്നെ ഉള്ളത് ഖുർആൻ. ഇത് മൂന്നാണ് മനുഷ്യൻ്റെ എപ്പിസ്റ്റമോളജിയും സൂഫിയാക്കളൊക്കെ വിശദീകരിക്കുന്നത് കാണാം. ഹൃദയത്തിലൂടെ കിട്ടുന്നതും, ലോജിക്കൽ റീസണിങ്ങിലൂടെ കിട്ടുന്നതും, പിന്നെ ഖുർആനിലൂടെ, വഹിയിലൂടെ, റിവലേഷനിലൂടെ കിട്ടുന്നതും എന്ന് പറയാറുണ്ട്. ഐ തിങ്ക് ദർ ആർ സോ മെനി ഏരിയാസ് ദാറ്റ് സയൻസ് ഈസ് നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ. സയൻസിന് തന്നെ അങ്ങനെ ഒരു വാദമില്ല. അതതിൻ്റെ ഫംഗ്ഷനും അല്ല, അതിൻ്റെ ആവശ്യമല്ല. അത് നമ്മുടെ യുക്തിവാദികളുടെ ഒക്കെ ഒരു ആവശ്യമാണ്. സയൻസ് എല്ലാം കൂടി വിശദീകരിച്ച് കളയണമെന്നുണ്ട്. അതന്നെ അതിൽ തലയുള്ള ആളുകൾ, വൈശാഖം തമ്പിയെപ്പോലുള്ള ആളുകൾ സയൻസ് എല്ലാം വിശദീകരിക്കുമെന്ന് വാദിക്കുന്ന ആൾക്കാരുമല്ല. അതാണ് നമ്മളെ ധാരണ. 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന്, ഈ ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ എന്താണ് സംഭവം? അത് എന്തുകൊണ്ടാണ് ഇൻവെൻറ്റ് ചെയ്യപ്പെടാത്തത്? പിന്നെ നമ്മളെ സ്പേസ് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ടല്ലോ, അത് എന്തിലേക്കാണ് ഈ എക്സ്പാൻഡ് ആവുന്നത്? എക്സ്പാൻഡ് ആവുന്നുണ്ട്, പക്ഷെ എന്തിലേക്കാണ്? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആർക്കും അറിയില്ല. ഡാർക്ക് എനർജി എന്താണ്, ഡാർക്ക് മാറ്റർ എന്നാലും ആർക്കും അറിയില്ല. തിയറികളുണ്ട്, പക്ഷെങ്കിൽ കറക്റ്റായിട്ട് എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഡാർക്ക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സാണ്, ഒരു റിപ്പൾസീവ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നൊക്കെ പറയുന്ന തിയറികളുണ്ട്. പക്ഷെങ്കിൽ എന്താണെന്ന് ഇതുവരെ കറക്റ്റായിട്ട് ആർക്കും അറിയില്ല. സ്ട്രോങ് ആയിട്ട് ഫാക്ച്വലായിട്ട് ആർക്കും എന്തോ ഇതുവരെ അറിയില്ല. ഡാർക്ക് മാറ്റർ എന്താണെന്നും കറക്റ്റായിട്ട് ഇതുവരെ ആർക്കും അറിയില്ല. ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു സാധനം, ഒരു ഗാലക്സി ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പം അതിനെന്താണ് ഹോൾഡ് ചെയ്യുന്നത്? ഈ ഇൻവിസിബിൾ കാര്യങ്ങളൊക്കെ എന്താണ്? അതാണ് ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. അതൊരു തിയറിയാണ്, കറക്റ്റായിട്ട് ഇതുവരെ നമുക്ക് അറിയില്ല. പിന്നെന്താ ചോദിച്ചത്? എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്നും അറിയില്ല. എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങോട്ടും അല്ല. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ യൂണിവേഴ്സിൻ്റെ ഫാബ്രിക് എക്സ്പാൻഡ് ആവുകയാണ്.
അതെങ്ങോട്ടാണ് എന്തിനാണ് എക്സ്പാൻഡ് ആവുന്നത് നമുക്കറിയില്ല. കോൺസ്റ്റൻ്റ്ലി എക്സ്പാൻഡ് ആവാന്നാണ് പറയുന്നത്. ഇത് എന്തിനാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഖുറാനിൽ ഒരു ആയത്തുണ്ട്, വസ്സമാ ബനൈനാഹ ബി ഐദിൻ വഇന്നാല മൂസിഊൻ എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്. ആകാശലോകങ്ങളെ നാം സൃഷ്ടിച്ചു, അത് വികസിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രയോഗം ഖുറാനിലുണ്ട്. ഞാൻ ഈ അടുത്ത് വായിച്ചിരുന്നു, ഈ ബലൂൺ വീർക്കുന്ന പോലെയാണ് വീർക്കുന്നത്. അതിൻ്റെ ഫാബ്രിക് വലുതാവുക എന്നല്ല പറഞ്ഞു, ബലൂൺ വീർക്കുന്നത് പോലെയാണ് പറഞ്ഞു വീർക്കുന്നത്. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് പൊട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല. കണ്ടിന്യൂ. അപ്പോൾ ചോദിച്ച 2 ക്വസ്റ്റ്യനും ഇപ്പോൾ ഹോക്കിങ്ങിനോട് ചോദിച്ചാലും പറയാൻ പറ്റില്ല, കാര്യം ആർക്കും അറിയില്ല. നല്ല ക്വസ്റ്റ്യനാണ്, കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ കൂടുന്ന ആർക്കും അറിയില്ല എന്നല്ല, ഫിസിക്സിൽ അതിന് ആൻസർ ഇല്ല എന്നല്ല ഉദ്ദേശിച്ചത്. ഫിസിക്സിന് കറൻ്റ്ലി ആൻസർ ഇല്ല. തിയറികളുണ്ട്, കുറേ തിയറികളുണ്ട്, പക്ഷെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, പിന്നെ കൺഫേംഡും അല്ല. പക്ഷേ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും കോസ്മോളജിയിലെ 2 ലീഡിങ് കാര്യങ്ങളാണ്, ഫ്രണ്ടിയർ റിസർച്ചാണ്. അപ്പം സമയം വൈകാതെ തന്നെ നമ്മളത് കണ്ടുപിടിക്കും. ആരല്ല ആത്മവിശ്വാസത്തോടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഇൻഷാ അല്ലാഹ്. ഹായ്, എനിക്ക് ട്വിൻസ് പാരഡോക്സിനെ പറ്റിയാണ് ചോദിക്കാറുള്ളത്. ട്വിൻസ് പാരഡോക്സ് അപ്പോൾ ഇതിൽ ടൈം ഡിലേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഒരു പാരഡോക്സിക്കൽ സിറ്റുവേഷനായി തുടരുന്നത്? ഇതൊരു പ്രൂവൻ ആയിട്ടും അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പ്രൂവൻ ആയിട്ടും ഇതെന്തുകൊണ്ടാണ് ഒരു പാരഡോക്സിക്കൽ സിറ്റുവേഷനായി തുടരുന്നത്? ഇത് ഫുള്ളി പ്രൂവൺ ആണ്. ഇത് ഐൻസ്റ്റൈൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അത് തന്നെയാണ് കാരണം. ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരാൾ എർത്തിൽ നിൽക്കും, മറ്റേ ആളെ ആകാശത്തോട്ട് അയച്ചു വിടും, ഓർബിറ്റിൽ 2-3 കൊല്ലം കറക്കും. അയാൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്, ആ കറക്കുന്ന ആൾ. മറ്റേ ആൾ എർത്തിലാണുള്ളത്. അപ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ കർവച്ചറും മാസും കാരണം അവിടെ ടൈം സ്ലോ ആയിരിക്കും. പുറത്തുള്ള ആൾക്ക് ടൈം വാക്യൂമിലായതുകൊണ്ട് നോർമലായിരിക്കും. അപ്പോൾ ഈ അടിയുള്ള ആൾക്ക് ടൈം സ്ലോ ആയതുകൊണ്ടും മുകളിലുള്ള ആൾക്കാർക്ക് ടൈം ഡിഫറെൻ്റ് ആയതുകൊണ്ടും ഈ അടിയുള്ള ആൾ പ്രായം കൂടും. വേറൊരു കാരണമുണ്ട്, മറ്റേ ആൾ ഭയങ്കര സ്പീഡിലാണ് കറങ്ങുന്നത്. അതുകൂടിയും ആയപ്പോൾ ആണ് ഈ അടിയുള്ള ആൾക്ക് ഈ പ്രായം കുറയാനുള്ള കാരണം. ഇത് ഗ്രാവിറ്റേഷണൽ കർവച്ചർ കാരണമാണ്. ഐൻസ്റ്റൈൻ്റെ തിയറിയാണെന്ന് പറയുന്നത്. ഒരു സാധനത്തിന് എത്ര മാസ് ഉണ്ടോ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ കർവച്ചറും കൂടും. ഈ വേഗത സമയത്തിന് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ പ്രകാശവേഗതയിൽ സഞ്ചരിക്കും. ഈസ് ഈക്വൽ ടു mc² എന്ന് പറയല്ലോ. അപ്പോൾ ആ ഒബ്ജക്റ്റ് എനർജിയായി മാറും എന്നൊക്കെയാണല്ലോ പറയല്. അപ്പോൾ നമ്മൾ ഈ മേറാജിൻ്റെ വിശദീകരണത്തിലൊക്കെ ചില ആളുകൾ പറയാറുണ്ട്, അതിപ്പോൾ അതന്നെ ആയിരിക്കണം അതിൻ്റെ വിശദീകരണം ഒന്നും പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകങ്ങളിലൂടെ സഞ്ചരിച്ചു, അങ്ങനെ സ്വർഗവും നരകമൊക്കെ കണ്ടു എന്നാണ് പറയല്. അപ്പോൾ മദ്രസ കുട്ടികൾ ചോദിക്കാറുണ്ട്, സ്വർഗവും നരകവും അപ്പം ഉണ്ടോ, അത് ഇപ്പോൾ ഓൾറെഡി ഉണ്ടോ, അതോ ഇനി പോകുമ്പോൾ ഇനി ഉണ്ടാക്കിയിട്ട് വേണ്ടേ, അല്ലെങ്കിൽ ഇനി ആൾക്കാരങ്ങോട്ട് എത്തിയിട്ട് വേണ്ടേ എന്ന് പറയാറുണ്ട്. അപ്പോൾ നബി അതൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് ഏത് തരം കാഴ്ചയാണെന്ന് പിന്നെ അതിൻ്റെ വിശദീകരണങ്ങളൊന്നും ഹദീസിലൊന്നുമില്ല, കണ്ടു എന്നേ പറയുന്നുള്ളൂ. അവർ പക്ഷേ സമയത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള ഭാഗ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായേക്കാം. അപ്പോൾ അതൊക്കെ സാധ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും അത് അസംഷനാണ്, തിയറിയാണ് എന്നൊക്കെ പറഞ്ഞ പോലെ അത് പറയാൻ കഴിയുള്ളൂ. നമ്മളത് അങ്ങനെ തന്നെ വിശദീകരിച്ചോളണമെന്നില്ല. നമ്മളെ വലിയൊരു പ്രശ്നം അതാണ്. ഒരു വിഷയം വന്നാൽ ഖുറാനിലുണ്ടല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞതല്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ സലാം ഫൈസി ഉളവിട്ടൂരുണ്ട്, നിങ്ങൾ മൂപ്പര് ചിലപ്പോൾ നിങ്ങളെ ഹാബിലിനെ പരിചയമുണ്ടോ, പരിചയപ്പെടാൻ സന്തോഷം. സലാം ഫൈസി ഉളവിട്ടൂർ ഫിസിക്സും ഖുറാനും ബേസ് ചെയ്ത് നന്നായി സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഉസ്താദ് ഒരിക്കൽ പറയലുണ്ട്, എന്ന് ലോകത്ത് മനുഷ്യന്മാർ ബില്യൺ കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് ഓരോന്ന് കണ്ടെത്തും. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ ഇതൊക്കെ നമ്മൾ ഖുറാനിലില്ലേ എന്ന് പറയും. എന്നുവെച്ച് പോയി കണ്ടെത്തടോ എന്ന് മൂപ്പര് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി അതാണ്. ഈ റിസർച്ചിനും ഒക്കെ സപ്പോർട്ട് ചെയ്യലും നമ്മളൊക്കെ ആ റിസർച്ചർമാരായി മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞ് ഇരിക്കലല്ല. അതാണ് കറക്റ്റ്. ഇപ്പോഴുള്ള മുസ്ലിംസിൻ്റെ ഒരു വലിയ പ്രോബ്ലമാണ്, എക്സ്പെഷ്യലി യൂത്തിൻ്റെ
ഖുർആാനുള്ളത് മെറ്റഫോർ എന്താണെന്നും മറ്റതെന്താണെന്നും വലിയ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല. ഇന്നലെ എനിക്ക് കിട്ടിയൊരു ക്വസ്റ്റ്യനാണ്, മോനെ ഈ സണ്ണ് എർത്തിനല്ല ഓർബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിന് ആൻസർ ഇല്ല, കാരണം ഉറപ്പാണ് എർത്ത് സണ്ണിനെയാണ് ഓർബിറ്റ് ചെയ്യുന്നത്. ഇത് ഖുർആനിൽ ഇംഗ്ലീഷിൻ്റെ വേഴ്സ് ഞാൻ ഇതിന് നോക്കിയിരുന്നു. ഖുർആനിൽ പറയുന്ന സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓർബിറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല, ഇല്ലല്ല, സഞ്ചരിക്കുന്നു പറയുന്നുള്ളൂ. അതന്നെയാണ്, സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓർബിറ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്തിനാണ് ഓർബിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. എന്നോട് ചോദിച്ചതാണ്, മോനെ നിങ്ങൾ പറയുന്നുണ്ട് ഈ എർത്ത് സണ്ണിനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഖുർആനിൽ അങ്ങനെ അല്ലല്ലോ പറയുന്നത്, അപ്പോൾ അത് തെറ്റായിരിക്കൂലേ? അതാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു GR അങ്ങനെയല്ല വർക്ക് ചെയ്യുക. GR പറയുന്നത് എന്തായാലും എർത്ത് സണ്ണിനെയാണ് ഓർബിറ്റ് ചെയ്യുക, പിന്നെ വേറെ പ്ലാനറ്റ്സ് ഉണ്ട്, അവരൊക്കെ എർത്തിനല്ല ഓർബിറ്റ് ചെയ്യുന്നത്, സണ്ണിന് തന്നെയാണ് ഓർബിറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, മോനെ GR ഈ ഖുർആനെക്കാട്ട് വലുതാണോ? അപ്പോൾ ഞാൻ മിണ്ടാണ്ട് നിൽക്കേണ്ടി വന്നു. അവലെന്ന് മൈക്ക് വാങ്ങി. നല്ല ക്വസ്റ്റ്യനാണ്, പക്ഷെങ്കിൽ നമ്മളൊരിക്കലും ബിലീഫ് അങ്ങനെ ചെയ്യരുത്. ഖുർആനിൽ തന്നെ സ്പെസിഫൈ ചെയ്യാത്തൊരു കാര്യം നമ്മൾ സയൻറ്റിഫിക്കലി ചിന്തിക്കണം ആ ഒരു സമയം വരുമ്പോൾ. കാരണം ഖുർആനിൽ പറയുന്നത് സ്പെസിഫൈ ചെയ്യുന്നില്ല, പക്ഷെങ്കിൽ നമ്മൾ ആ സ്പെസിഫൈ ചെയ്യാത്ത സാധനം എടുത്തിട്ട് അത് ഫാക്ച്വലായിട്ട് ചിന്തിക്കണം. അല്ലാണ്ട് നമ്മൾ ഖുർആൻ്റെ ഓപ്പോസിറ്റ് പറയരുത്, അല്ലെങ്കിൽ സയൻസിൻ്റെ ഓപ്പോസിറ്റ് പറയില്ല. ഖുർആനുള്ള സാധനം സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണോ സയൻറ്റിഫിക്കലി വാലിഡ് ആയിട്ടുള്ളത് അതും കൂട്ടിയാണ് പറയേണ്ടത്. അപ്പോൾ അതാണിപ്പോൾ വലിയൊരു യൂത്തിൻ്റെ ഒരു കുഴപ്പം. ഖുർആനിൽ സയൻറ്റിഫിക്കലി ഇൻവാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല, അത് നമ്മൾ അസൂം ചെയ്യാണ്. ഈ യാസീനിലായത്തുണ്ടല്ലോ, വർഷം സുതജിരിയിൽ മുസ്തഖറിൽ ഹാദാലിക്ക് തഖ്ദീറുൽ അസീസുൽ അലീം, അതിനെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ GR ഖുർആനേക്കാൾ വലുതാണോ എന്ന് അത് വളരെ ഇമോഷണലായുള്ളൊരു ചോദ്യമാണ്. ശാസ്ത്രത്തെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും ധാരണ ഇല്ലാത്ത ആളെ അങ്ങനെ ചോദിക്കുള്ളൂ എന്നുള്ളതാണ്. സൂര്യൻ സഞ്ചരിക്കുന്നു എന്നേ ഖുർആനിലുള്ളൂ, സൂര്യൻ ഭൂമിയെ കറങ്ങുന്നു അല്ലെങ്കിൽ മറ്റോ ഒന്നും അതിൽ പറയുന്നില്ല. പിന്നെ ഭൂമി കറങ്ങുന്ന സൂചനയുണ്ട്, യുക്കവ്വിറുല്ലൈല അലന്നഹാരി യുക്കവ്വിറുന്നഹാർ അലല്ലൈലി, കവ്വറാറിനങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ കൊണ്ടുവരുന്ന ഒരു സാധനത്തിനാണ് പറയുന്നത്. അപ്പം ഭൂമിക്ക് മുകളിൽ പിന്നെ ഈ സംഭവം രാവും പകലും മാറി മാറി വരുന്നു എന്നുള്ളൊരു പ്രയോഗം അങ്ങനെ തന്നെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഖുർആൻ്റെ ഇജാസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രം എന്ത് വിശദീകരണം നൽകിയാലും അതിന് സ്ക്വയർലി അതിനോട് എതിരായത് പദപ്രയോഗം ഉണ്ടാവില്ല. മറിച്ച് ആ കണ്ടെത്തിയതിനെ വിശദീകരിക്കാൻ പറ്റിയ ഒരു ഫ്ലെക്സിബിലിറ്റി ഖുർആൻ്റെ ലാംഗ്വേജിന് ഉണ്ടാവും എന്നുള്ള നിലക്കാണ് നമ്മൾ ഖുർആൻ്റെ ഇജാസിനെ കാണേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ശാസ്ത്രം കണ്ടുപിടിച്ചു, ഖുർആനിലതുണ്ട്, കൺഫേം ആക്കി, പിന്നെ ശാസ്ത്രം അത് തിരുത്തും. കാരണം ശാസ്ത്രത്തിൻ്റെ ഒരു വിഷയം ശാസ്ത്രീയമാവല് ഫാൾസിഫിക്കേഷനിലൂടെയാണ്. ഫാൾസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ശാസ്ത്രം തിരുത്തും, പിന്നെ നമ്മൾ ഖുർആൻ്റെ മേപ്പോട്ട് നോക്കിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയല്ല ഖുർആൻ. അത് മോറിസ് ബുക്കായൊക്കെയാണ് ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത്. മോറിസ് ബുക്കായിൻ്റെ പുസ്തകം ഞങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ടായിരുന്നു, ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ. ദ ബൈബിൾ, ദ ഖുർആൻ ആൻഡ് ദ സയൻസ്. അതിൽ അദ്ദേഹം വാദിക്കുന്നത് ബൈബിളിനേക്കാൾ സയൻറ്റിഫിക്കാണ് ഖുർആൻ, അതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ നമ്മൾ ഈ പിന്നെ ഏതെങ്കിലും ബിരുദന്മാർ കാർമേഘത്തുമ്പോൾ ഫോട്ടോഷോപ്പിൽ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ എഴുതിയിട്ടേ വാട്സപ്പിലാണ് ഇടും, മാഷാ അല്ലാഹ് പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സയൻറ്റിഫിക് ടെമ്പറിൽ മാറിയിട്ട് നമ്മൾ ഹാബലിനൊക്കെ പോലുള്ള കുറച്ചും കൂടി അംബീഷ്യസ് ആയിട്ട് ഉള്ള ഒരു സയൻസിനോടുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് എന്നിട്ട് ഖുർആൻ വായിക്കുമ്പോഴുള്ള കിട്ടുന്ന ഒരു ഫീലുണ്ട്, അത് ആർജിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. മതിയാ? അപ്പോൾ സംഘാടകർ ഒരു ലാസ്റ്റ് ചോദ്യം മൈക്കോ. ഈ ഒരു അൺകോസ്ഡ് കോസ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നുള്ള വിഷയമൊക്കെ ഫിസിക്സ് വെച്ചിട്ട് ഒന്ന് പ്രൂവ് ചെയ്യുന്ന രൂപത്തിൽ ഒന്ന് പറയാൻ പറ്റുമോ? അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ രണ്ടാമത്തെ പറഞ്ഞാൽ, ഇപ്പോൾ ഹിസ്റ്ററിക്കലി നമ്മൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ആളുകൾ ഇങ്ങനെ സാധാരണ ഒരു സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ വലിയൊരു കണ്ടുപിടുത്തങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഒരു നൂറ്റാണ്ട് മുൻപ് വലിയൊരു കണ്ടുപിടുത്തം നടക്കുന്നു. ഇപ്പോൾ നമുക്ക് ആറ്റംസിൻ്റെ ഒക്കെ ഒരു ഇൻവെൻഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ. പക്ഷേ അതിൻ്റെ ഒക്കെ ഒരു കോർ റീസൺ, അതിൻ്റെ ബാക്കിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ റീസൺ എന്താണെന്നുള്ള രണ്ട് ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് ഭയങ്കര സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യനാണ്.
ഖുർആനിനെ കൊണ്ട് അല്ല ഫിസിക്സിനെ കൊണ്ട് ഖുർആൻ പ്രൂവ് ചെയ്യാൻ പറ്റി ചോദിച്ചാൽ അല്ലേ? അതിൻ്റെ മെയിൻ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഖുർആനെ കൊണ്ട് നമുക്ക് ഫിസിക്സ് ഒന്ന് ഫിലോസഫിയും ഒന്ന് എംപിരിക്കൽ സയൻസുമാണ്. ആ വ്യത്യാസം സൂചിപ്പിച്ചതേ ഉള്ളൂ. ഖുർആനെ കൊണ്ട് നമുക്ക് അല്ല ഫിസിക്സിനെ കൊണ്ട് നമുക്ക് ഖുർആൻ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അള്ളാഹുക്ക് തന്നെ അൺകോസ്ഡ് കോസ് ഫിസിക്സ് കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അൺകോസ്ഡ് കോസ് അത് ഫിലോസഫിയിലുള്ളൊരു കൺസെപ്റ്റാണ്. എല്ലാത്തിനും ഒരു കോസ് വേണം. തുടക്കമുള്ള എല്ലാത്തിനും അവസാനം ഉണ്ടാവും. അപ്പോൾ തുടക്കം അവസാനമുള്ള എല്ലാത്തിനും ഒരു കോസ് വേണം. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റ് റിഗ്രഷനിലേക്ക് പോകും. ഓരോന്നിൻ്റെയും കോസ് നോക്കി അപ്പോൾ അത് എവിടെയെങ്കിലും പോയി നിൽക്കണം. എന്നാലേ ഇതോ ഈ റിയാലിറ്റികളൊക്കെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്നാണല്ലോ അർത്ഥം. അപ്പോൾ എവിടെ പോയിട്ടാണോ നിൽക്കുന്നത് അതാണ് ഫസ്റ്റ് കോസ്, അതാണ് അള്ളാഹ് എന്നുള്ളതാണ് ഫിലോസഫിൻ്റെ ഒരു റീസണിങ് അങ്ങനെയാണ്. അപ്പോൾ അത് ഫിസിക്സ് വെച്ച് തെളിയിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം, ഫസ്റ്റ് ചോദ്യം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് അൺകോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബാങ് ആണ്. ബിഗ് ബാങ് ആണ് ഫിസിക്സ് സയൻറ്റിഫിക്കലി സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ. അതൊരു സംഭവമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫിസിസിസ്റ്റൊക്കെ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിഗ് ബാങ് എന്ന് പറഞ്ഞത് യൂണിവേഴ്സിൻ്റെ സ്റ്റാർട്ടാണ്. ഇതാണ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട്. അതിൻ്റെ മുന്നേ അള്ളാഹുവിന് ഈ ബിഗ് ബാങ് കോസ് ചെയ്തോട് ചോദിച്ചാൽ അതിനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അള്ളാഹു ആയിരിക്കും അതിൻ്റെ സ്റ്റാർട്ട്. പിന്നെ വേറെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കൊണ്ട് നമുക്ക് ഖുർആൻ പ്രൂവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് ചെയ്യാൻ പറ്റൂല. കാരണം ഖുർആനിക് ലോസ് തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനുഷ്യന്മാർക്ക് ഫിസിക്സ് കൊണ്ട് ഖുർആൻ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അള്ളാഹുക്ക് ഇപ്പോൾ ഇവിടെ നടുവിൽ വന്നിട്ട് ഞാൻ അള്ളാഹു ആണ്, എല്ലാവരും എന്നെ വിശ്വസിക്കണം, എന്നാലേ സ്വർഗത്ത് പോകാൻ പറ്റില്ല പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഖുർആൻ വിശ്വസിക്കും. അപ്പോൾ അവിടെ ഒരു ടെസ്റ്റ് ഇല്ല, അവിടെ ഒരു സംഭവമല്ല. നമ്മളെന്തിനാണ് ഭൂമിയിൽ വെച്ചത്? ഒരു ടെസ്റ്റിനാണ്. അപ്പോൾ അള്ളാഹു വന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് പറയാണ് നിങ്ങൾ ഫിസിക്സിൽ ഈ ഒരു സംഭവം നോക്ക്, എന്നാലേ എൻ്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെന്തിനാണ് ഖുർആൻ? പിന്നെന്തിനാണ് പ്രവാചകൻ? അതന്നെ അതിൻ്റെ ആൻസർ. ടെസ്റ്റ് വേണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അള്ളാഹ് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അൽഹംദുലില്ലാ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പെട്ടെന്ന് കഴിഞ്ഞ 500 വർഷം കൊണ്ടാണ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇലക്ട്രിസിറ്റി, സ്റ്റീം എഞ്ചിൻ മുതലാകേണ്ട എല്ലാ സാധനങ്ങളും, ഇൻ്റർനെറ്റ് ഇപ്പോൾ AI വരുത്തി കഴിഞ്ഞു. ഒരു 500 വർഷം കൊണ്ട്. അതിന് മുമ്പ് ഒരുപാട് ഇയേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിക്കൽ റീസൺ എന്താ പെട്ടെന്ന് ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനുള്ളതെന്നാണ് ചോദ്യം. അത് ആക്ച്വലി അടിപൊളി ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നത് ആർക്കമീഡീസ് ആണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട്. ആർക്കമീഡീസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അദ്ദേഹം കാൽക്കുലസിൻ്റെ ചെറിയ ചെറിയ ഐഡിയകളൊക്കെ 300-200 വർഷം മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. ന്യൂട്ടൻ ഈ അടുത്തുണ്ടാക്കിയൊരു സംഭവമാണ്, 400-300 വർഷം മുന്നേ ചെയ്ത ഒരു സംഭവമാണ്. ഇത് 2000-3000 വർഷം മുന്നേ ഓൾറെഡി ഉണ്ട്. അത് ആർക്കമീഡീസാണ് ചെയ്തു വെച്ചത്. നമുക്ക് ഈ അടുത്താണ് നമ്മൾ അറിയുന്നത്. കാരണം ആർക്കമീഡീസിൻ്റെ സ്ഥലം ഈ വേറെ യൂറോപ്യൻസ് വന്നിട്ട് ആർക്കമീഡീസിനെ കൊന്നു, ആർക്കമീഡീസിൻ്റെ സാധനങ്ങളൊക്കെ കത്തിച്ചു. അപ്പോൾ ആർക്കമീഡീസിൻ്റെ വർക്ക് പോയി, ആർക്കമീഡീസിൻ്റെ ഫിസിക്സിലുള്ള ഇമ്പോർട്ടൻസും പോയി. പിന്നെ ആ ഒരു ലോസ്റ്റ് ബുക്ക് നമ്മൾ ഈ അടുത്താണ് കാണുന്നത്. അതിൻ്റെ വേറൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കൊളോണിയലിസമാണ്. കൊളോണിയലിസം ചീത്തതാണെന്ന് ഉള്ള കാരണമുണ്ട്, നല്ലതാണുള്ള കാരണമുണ്ട്. ഇപ്പോൾ വേൾഡ് മൊത്തം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒരു 200 വർഷം മുന്നേ, അല്ലെങ്കിൽ 200 ഒരു 1000 വർഷം മുന്നേ ഈ പഞ്ചായത്തുള്ള ആൾക്ക് മറ്റേ പഞ്ചായത്തുള്ള ആളുണ്ടെന്ന് അറിയില്ല. ആ ഒരു കൊളോണിയലിസം കാരണമാണ് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ തുടങ്ങിയത് മനുഷ്യന്മാർ. കാരണം ബ്രിട്ടീഷിന് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എല്ലായിടത്തും സ്പ്രെഡായി, വേറൊരു കാര്യം എല്ലായിടത്തും സ്പ്രെഡായി, ഡെമോക്രസി ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കോമൺ ലാംഗ്വേജ് ആണ് മനുഷ്യന്മാരെ. ഇത് ബ്രിട്ടീഷുകാരെ വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല. അത് വേറൊരു കാരണമാണ്. പിന്നെ വേറൊരു കാരണം പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷനും സയൻറ്റിഫിക് റെവല്യൂഷനും പിന്നെ റെനസോൺസും ആണ്. ഇതൊക്കെ യൂറോപ്പിൽ നടന്ന കാര്യമാണ്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ആണ്. ഇസ്ലാമിക് ഗോൾഡൻ ഏജിലാണ് എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്തത്. ട്രിഗനോമെട്രിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതും അവിടെ തന്നെയാണ്. പിന്നെയുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 15th century യൂറോപ്പ് ടു 19th century യൂറോപ്പ്, ഇവിടെയാണ് ഫിസിക്സിലും സയൻസിലും നടന്നിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്.
അതിൻ്റെ കാരണം എന്താ എല്ലാവരും ചോദിക്കും, അതും കൊളോണിയലിസം തന്നെ. അവൽക്കുള്ള റീസോഴ്സസൊക്കെ അവർ വേറെ രാജ്യത്തു നിന്ന് എടുത്തു, എന്നിട്ട് അവർ ഇമ്പ്രൂവ് ചെയ്തു. ഇതാണ് കൊളോണിയലിസത്തിൻ്റെ 2 ചീത്ത ഭാഗങ്ങൾ. ഒന്നാമത് പറഞ്ഞാൽ വേൾഡ് മൊത്തം കണക്ട് ചെയ്തു. പിന്നെ നമുക്ക് ഏറ്റവും അവസാനം നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വേൾഡ് വാർ 1ഉം വേൾഡ് വാർ 2ഉം ആണ്. വേൾഡ് വാർ 1 തുടങ്ങാനുള്ള കാരണം എന്താ? ഇൻഡയറക്ട്ലി കൊളോണിയലിസം. വേൾഡ് വാർ 2 തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി വേൾഡ് വാർ 1. വേൾഡ് വാർ 1ലാണ് വലിയ വേൾഡ് വാറൊക്കെ നടക്കാൻ തുടങ്ങി. ഇൻ്റർ കണക്റ്റഡ് വേൾഡ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാൻ തുടങ്ങിയത്. വേൾഡ് വാർ 2ലാണ് ആറ്റം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്, ന്യൂക്ലിയർ ഫിസിക്സ് പകുതി ഉണ്ടായത് അവിടെ തന്നെയാണ്. ഈ വേൾഡ് വാർ 2ഉം 1ഉം കാരണമാണ് അമേരിക്കൻ റഷ്യൻ കോൾഡ് വാർ നടന്നത്. കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാർസാണ്. കാരണം ഇത് കാരണമാണ് സ്പേസ് ഷിപ്സിൻ്റെ കാരണങ്ങൾ വന്നത്. സ്പേസ് ഷിപ്സ് ഉള്ളത് കോൾഡ് വാർ കാരണമാണ്. പിന്നെ ഇൻ്റർനെറ്റ് ഉള്ളത് കോൾഡ് വാർ കാരണമാണ്. അതിങ്ങനെ ചോദിക്കുമ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസ് ഇപ്പോൾ ഈ റഷ്യൻസ് എന്തെങ്കിലും ഇൻ്റർഫിയർ ചെയ്താൽ അവരെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആർപ്പാനെറ്റ് എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചത്. അതാണ് ഇപ്പോഴത്തെ മോഡേൺ ഇൻ്റർനെറ്റായിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊക്കെ ഈ അടുത്ത കാലത്ത് നടന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നടന്നത്, വേറെ കാര്യമല്ല. ഇങ്ങനെ അത് ഇച്ചിരി ക്രൂളായിട്ടൊക്കെ തോന്നും, പക്ഷെ അതന്നെയാണ് കാരണം. മനുഷ്യന്മാർക്ക് തല്ലുകൂടാൻ ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യന്മാർക്ക് വേറെ ആൾക്കാരെക്കാട്ടും അല്ലെങ്കിൽ വേറൊരു സൊസൈറ്റീനെക്കാട്ടും നല്ലതാവാനും ഭയങ്കര ഇഷ്ടമാണ്. അതാണ് കാരണം, പ്ലെയിൻ കാരണം അതാണ്. പിന്നെ ഹ്യൂമൻ ഇന്നോവേഷനും കൂടിയായിട്ടാണ് കാരണം നമുക്കൊരു പെർഫെക്റ്റ് ടൈമിനാണ് അതൊക്കെ അടിച്ചത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റി മെസ്സിയാണ്. മെസ്സി എന്ന് പറഞ്ഞാൽ കുറേ ഡ്രിബിൾ ചെയ്ത് പോയിട്ട് അവസാനം ഒരു ചാൻസ് ഇട്ടപ്പോൾ ഗോൾ അടിച്ചാണ്. ആ ഗോൾ അടിച്ചതാണ് നമ്മളിപ്പോൾ കാണുന്ന മോഡേൺ വേൾഡ്. ഈ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിൽ കൊളോണിയലിസത്തിന് നല്ല റോൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. യുവൽ ഹരാരിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എവറി സയൻറ്റിഫിക് പ്രോജക്റ്റ് വാസ് എൻ ഇമ്പീരിയൽ പ്രോജക്റ്റ് ആൻഡ് എവറി ഇമ്പീരിയൽ പ്രോജക്റ്റ് വാസ് എ സയൻറ്റിഫിക് പ്രോജക്റ്റ്. അപ്പോൾ ഈ യൂറോപ്യന്മാർ ഒന്നായിട്ട് എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് വമ്പൻ റിസർച്ച് നടത്തി. റിസർച്ചിൽ വമ്പൻ ഇൻവെസ്റ്റ്മെൻറ്റ്, എന്നിട്ട് അവിടെ കൊള്ളയടിക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ലൂട്ടാണ് നടന്നത് എന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്നുള്ളൂ.